So good afternoon, folks. Welcome to our Sunday Charcha again, sponsored by Digital Marketing Hub, Digital Bytes by Latif, DMC. വളരെ സന്തോഷം. ഇന്നൊരു പുതിയ ഒരു സബ്ജക്റ്റാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ടിക്ടോക്കിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്നാപ്പിനായിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ ഓരോ മാർക്കറ്റിങ്ങിന്റെ പല വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തുന്നതോട് കൂടി തന്നെ നമ്മുടെ നോളജിന്റെ എക്കോസിസ്റ്റം വർദ്ധിപ്പിക്കുക എന്നൊരു പോയിന്റിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് അഭിഷേകിനോട് പറഞ്ഞത്. വൈ നോട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇതിലൊന്ന് ചർച്ച നടത്തിയത്. ഇങ്ങനെ പല ടോപ്പിക്കുകളെ കുറിച്ചിട്ടും അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയൊരു ഒന്ന് രണ്ട് ആഴ്ചകൾ കഴിഞ്ഞാൽ ഇതിന് പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ വളരെ വിശദമായ ചർച്ചകളിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി കടക്കുന്നുണ്ട്. സോ നിങ്ങളിൽ നിന്ന് വേണ്ടിയത് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് പുസ്തകങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് തരും. ഇപ്പൊ ഈ പുസ്തകം തന്നെ ഏകദേശം ഒരു 51 പേജ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ആഫ്റ്റർനൂൺ അഭിനവ്, ഞാൻ നിങ്ങൾ ആദ്യം ചോദിച്ചത് ഓക്കെ 51 പേജുള്ള പുസ്തകമാണിത്. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ സ്ട്രാറ്റജി റിപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും ഈ നമുക്ക് കുറച്ച് എൻഗേജ്മെന്റ് സൺഡേ ചർച്ച എന്ന് പറഞ്ഞ ലിങ്ക്ഡിൻ പേജിലും ഒക്കെ വളരെ കുറവാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് എൻഗേജ്മെന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഈ കണ്ടന്റുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, കൊണ്ടുവരുന്നതും. അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ ഒരു എൻഗേജ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ടിക്ടോക്ക് എന്ന് പറയുന്ന എക്കോസിസ്റ്റം ചൂസ് ചെയ്യാൻ കാരണം ഇന്ത്യൻ ആഡ് എക്കോസിസ്റ്റം മനസ്സിൽ കണ്ടിട്ടല്ല. ഞാൻ ടിക്ടോക്ക് എടുക്കണം എന്ന് അഭിഷേകിനോട് പറയാൻ കാരണം GCC എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് എത്ര പേര് ഈ മീറ്റിങ്ങിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. GCC എന്ന് പറയുന്ന രാജ്യത്ത്, പ്രത്യേകിച്ച് UAE എന്ന് പറയുന്ന രാജ്യത്ത് യൂട്യൂബ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റഡ് ആയ സ്ഥലം. ലോകത്ത് യൂട്യൂബ് ആണ്, UAE-യിലാണ് യൂട്യൂബിനുള്ളത്. അത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ ടിക്ടോക്കിനുള്ള രാജ്യങ്ങൾ GCC കൺട്രീസ് ആണ്. GCC കൺട്രീസ് ആണ് പെർ ക്യാപിറ്റ പെനിട്രേഷൻ ഉള്ള സ്ഥലം. അതിന്റെ അർത്ഥം അമേരിക്കയിലും ഇന്തോനേഷ്യയിലാണ്, രണ്ട് രാജ്യങ്ങളാണ് ടിക്ടോക്കിന് ലോകത്തെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. കാരണം അവിടുത്തെ പോപ്പുലേഷൻ കൂടുതലാണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. രണ്ടാമത്തെ രാജ്യങ്ങളുള്ളത് ഇന്തോനേഷ്യ, ബ്രസീലാണ്. അത് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ ഉള്ളത്. നമ്മൾ സ്നാപ്ചാറ്റിനെ പറഞ്ഞതുപോലെ തന്നെ സ്നാപ്ചാറ്റിൽ സൗദി അറേബ്യയാണ് ലോകത്തെ ഏറ്റവും വലിയ പെനിട്രേറ്റഡ് സ്ഥലമാണെങ്കിൽ, പെനിട്രേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളാണ് ടിക്ടോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെനിട്രേഷൻ ഉള്ള സ്ഥലം. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ബേസിക്, ഞാൻ കുറച്ചൊരു 15 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് എൻ്റെ ഒരു ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ടിക്ടോക്കിന്റെ എക്കോസിസ്റ്റം, ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നേരെ എൻ്റെ പ്രിയ സുഹൃത്ത് അഭിഷേക് അതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് എടുത്തിട്ട് ആ പ്ലാറ്റ്ഫോം വഴി വേറെക്കാരന് കൃത്യമായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയും. അപ്പോ ടിക്ടോക്ക് എന്ന് പറയുന്ന ആഡ് പ്ലാറ്റ്ഫോം കുറെ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ടിക്ടോക്കിന്റെ ആഡ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എൻഗേജ്മെന്റ് കൂടുതൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സാധനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, പിന്നെ കുറെ കൊറിയൻ ബേസ്ഡ് അതുപോലെ തന്നെ ചൈനീസ് ബേസ്ഡ് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളിലൊക്കെ പ്രധാനപ്പെട്ട അവിടുത്തെ KPI എന്ന് വെച്ചാൽ മാക്സിമം എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ റിസർച്ച് വഴി കണ്ടെത്തിയ ഒരു കാര്യം എന്താ വെച്ചാൽ ആവറേജ് എൻഗേജ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞത് ബാക്കിയുള്ള ആപ്പുകൾക്ക്, ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ യൂട്യൂബിന്റെ ഷോർട്സ്, സ്നാപ്പിന്റെ എൻഗേജ്മെന്റ് റേറ്റ് ഇപ്പൊ നമ്മളിവിടെ ബേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസ്, പ്രത്യേകിച്ച് ഷോർട്ട് ഫോം ലൂപ്പ് കണ്ടന്റ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇപ്പൊ യൂട്യൂബിന്റെ ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം പോലത്തതാണെങ്കിൽ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 to 2% എൻഗേജ്മെന്റ് റേറ്റ് ആണ് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വെച്ചാൽ ഇവിടെ വരുന്ന പ്ലാറ്റ്ഫോമിന്റെ എൻഗേജ്മെന്റ് റേറ്റ് കണ്ടന്റിന്റെ മുകളിൽ ഏകദേശം 4 to 5% ആണ്. ഇതാണ് ടിക്ടോക്കിനെ എല്ലാ പ്ലെയേഴ്സും ഈ ഒരു ഇൻവെന്ററി, ആഡിന്റെ ഇൻവെന്ററി, ഓർഗാനിക്കിന്റെ ഇൻവെന്ററി എല്ലാവർക്കും ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു താല്പര്യം ഉള്ളത്. അപ്പോ ടിക്ടോക്കിന്റെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2025 ഒരു സ്റ്റാറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം മന്ത്ലി ആക്റ്റീവ് യൂസർ എന്ന് പറയുന്നത് 2 ബില്യന്റെ അടുത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഫേസ്ബുക്കിന്റെ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ പാരന്റ് കമ്പനിയായ ഫേസ്ബുക്കിലും വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കമ്പനികൾക്കും ഏകദേശം ഇതിനെക്കാട്ടിയും 1 ബില്യന്റെ യൂസേഴ്സിന്റെ സ്റ്റാറ്റ്സേ കൂടുതലുള്ളൂ. ഏകദേശം 3 to 3.5 ബില്യൺ സ്റ്റാറ്റ്സ് ഉള്ളിടത്ത്
നമുക്ക് ഏകദേശം ടിക്ടോക്കിനുള്ള സ്റ്റാറ്റ്സ് വരുന്നത് 1.5 to 2 ബില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പോപ്പുലേഷൻ ഇസ് ആക്റ്റീവ് ഓൺ ദിസ്. പക്ഷെ ആ പോപ്പുലേഷന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അവർ എൻഗേജ്മെന്റ് റേറ്റ് ദിസ് ആപ്പ് ഇസ് വെരി ഹൈ. അപ്പോൾ ഇവിടെ എനിക്ക് വളരെ രസകരമായ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ്ട്, അത് ആഡ് ഇൻവെന്ററി അല്ലെങ്കിൽ മീഡിയ ഇൻവെന്ററി. ഇപ്പൊ അക്ഷൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മീഡിയ ഇൻവെന്ററി നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ കോമഡിയായ കാര്യം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ 25% ടിക്ടോക്കിന്റെ യൂസേഴ്സ് ലോകത്തുള്ളത് 45 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സ്നാപ്ചാറ്റിന്റെ സംസാരിച്ചതുപോലെ ഇതൊരു ജെൻസി പ്ലാറ്റ്ഫോം മാത്രമല്ല. 75% ജെൻസി ആണെങ്കിൽ 25% നമ്മളെ ഓൾഡ് ബൂമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു 45 ഇയേഴ്സ് മുതൽ 63 ഇയേഴ്സ് വരെയുള്ള കാറ്റഗറിയിൽപ്പെട്ട പോപ്പുലേഷൻ ടിക്ടോക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ ടിക്ടോക്കിന്റെ യൂസർ ബേസ് ഉള്ള രാജ്യം. ഇന്തോനേഷ്യ രണ്ടാമത്തെ രാജ്യമാണ്. ജെൻഡർ സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ 55% ടിക്ടോക്ക് നോക്കുന്നത് മെയിലാണ്, 45% ഫീമെയിലാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നേരത്തെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരു പോയിന്റാണ് 18 to 24, 25 to 34 എന്ന് പറഞ്ഞാൽ 2 യൂസർ ബേസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും 35 to 44, അത് കഴിഞ്ഞാൽ 45 to 63 എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പ് റൈസിംഗ് ആണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. മീഡിയ ഇൻവെന്ററി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, മീഡിയ പ്ലെയേഴ്സ്, മീഡിയ പ്ലാനേഴ്സ്, പെർഫോമൻസ് മാർക്കറ്റേഴ്സ്, ആഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഈ GCC കൺട്രീസിലൊക്കെ ചെയ്യുന്നവർ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇൻവെന്ററിക്ക് അവിടെ എൻഗേജ്മെന്റ് റേറ്റ് ഉണ്ട്. ഡെയിലി ആഡ് സ്പെൻഡ് ഉള്ളത് US പോലത്തെ രാജ്യങ്ങളിൽ 58 മിനിറ്റ് ആണെങ്കിൽ അത് GCC പോലത്തെ രാജ്യത്ത് ഏകദേശം 1 മണിക്കൂറും 25 മിനിറ്റ് എൻഗേജ്മെന്റ് അവിടെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇതുപോലെ കാര്യമാണ്. പിന്നെ ഏകദേശം റവന്യൂ സോഴ്സ് 77% ആഡ്സ് ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് ആഡ് എന്ന് പറയുന്ന ഒരു വലിയ ഇൻവെന്ററി മെറ്റ പോലെ മെറ്റയിലെ പ്ലാറ്റ്ഫോംസിന്റെ ഇൻവെന്ററി പോലെ ഇവർക്ക് ഇല്ലെങ്കിലും ഇവരെ ഇൻവെന്ററിയും കൺസിഡറബിളി സ്ട്രോങ് ആണ്. സ്നാപ്പിന് അത്ര വലിയ ഇൻവെന്ററി ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ബഡ്ഡിംഗ് പ്ലാറ്റ്ഫോമാണ്. യൂസർ ബേസ്, എൻഗേജ്മെന്റ്, അതേപോലെ തന്നെ പല മെഷറും വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു ഇൻവെന്ററി ഇവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ടിക്ടോക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൻവെന്ററി ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തുള്ള ഒരു ഡേറ്റ മാത്രമാണ് അവർക്ക് കാര്യമായിട്ട് ഇല്ലാത്തത്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു 60 to 65% മെറ്റക്ക് ഇന്നുള്ള ഇൻവെന്ററി എന്തായാലും ടിക്ടോക്കിന് ഉണ്ടാവുമായിരുന്നു. ഇനി ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എനിക്കിവിടെ കാണിക്കാനുള്ള ഈ നോട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടില്ലേ, 18 to 24 വയസ്സിന് എത്ര രൂപ. അവിടെ ഞാൻ പറയുന്നത് 55 to 45 to 54 വയസ്സും 55 വയസ്സിന് മുകളിലുള്ള ആ 25% ഈ പറയുന്ന ആൾക്കാർക്ക് വലിയൊരു സ്ഥാനം ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഡാറ്റയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ടിക്ടോക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും നമ്മുടെ പല ഇൻഡസ്ട്രിയിൽപ്പെട്ട പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ എനിക്ക് GCCയിലെ കുറച്ച് ട്രെൻഡ് നിങ്ങൾക്ക് സൂചിപ്പിക്കാണ്ട്. GCCയിലെ ഏതെല്ലാം ടൈപ്പ് കണ്ടന്റ് ആണ് അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ GCCയിലെ 6 രാജ്യങ്ങൾ UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ. ഇവിടെ ഈ ടൈപ്പ് കണ്ടന്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടിയിട്ടുള്ളത്. അത് ഓരോ രാജ്യത്തെയും എടുത്ത് പറയും. ഇവിടെ തമാശക്ക് എനിക്കൊരു കാര്യം മനസ്സിലായത്, അതാണ് നിങ്ങളെ മുന്നിൽ ഈ ഡാറ്റ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. UAE എന്ന് പറയുന്ന രാജ്യത്ത് ഏകദേശം 2% എൻഗേജ്മെന്റ് കിട്ടുന്നത് മലയാളം ലാംഗ്വേജിന്റെ മുകളിലാണ്. ടിക്ടോക്കിന്റെ മുകളിൽ എൻഗേജ്മെന്റ് കിട്ടുന്ന ഏതാണ്? മലയാളം ലാംഗ്വേജാണ്. ഈ ഡാറ്റ എല്ലാം ഇതിലുണ്ട്. ലിപ്സിംഗ്, ജനറൽ, ഡാൻസിങ്, ആക്ടിങ്, ഡയലോഗ്, കുക്കിംഗ്, കോമഡി, മ്യൂസിക്, ബ്യൂട്ടി, സിംഗിങ്, ഫാഷൻ എന്ന് പറയുന്ന പോലത്തെ ഇൻഡസ്ട്രിക്കാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പൊ ഓരോ രാജ്യത്തെയും കണ്ടില്ല, ബഹ്റൈനിൽ ഏതിനൊക്കെയാണ് എൻഗേജ്മെന്റ് ഉള്ളത് ഈ നോട്ടിലെല്ലാം ഉണ്ട്. സിംഗിങ്ങിന്, ജനറലിന്, ഡയലോഗിന്, ഇത് ഓരോ രാജ്യത്തെയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സൗദി അറേബ്യക്കാണെങ്കിൽ ഇന്ന കണ്ടന്റിന്റെ മുകളിലാണ് ടിക്ടോക്കിൽ എൻഗേജ്മെന്റ് ഉള്ളത്. UAEയിലാണെങ്കിൽ അവിടെ കൊമേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന് വളരെ വലിയ എൻഗേജ്മെന്റ് ഉണ്ട്. കൊമേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡുകൾക്ക് കൊമേഴ്സ് എന്ന് പറയുന്ന നീഷില് വളരെയധികം പ്രൈമറി എന്തായിട്ടുള്ള ഡിസ്കവറി ഫേസ്, അതായത് നമ്മളൊരു ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 ഫേസ് ആണ് അതിന് നോക്കുക. ഒന്നാമത്തെ ഡിസ്കവറി ഫേസ് എന്ന് പറയും, 2 എൻഗേജ്മെന്റ് ഫേസ് എന്ന് പറയും, 3 സെയിൽ ഫേസ് എന്ന് പറയും. ഈ ഡിസ്കവറി ഫേസിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് UAE പോലത്തെ രാജ്യത്ത്
ഉള്ള വൺ ഓഫ് ദ ഡേറ്റ ഏറ്റവും കൂടുതൽ കൊമേഴ്സിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമായിട്ട് ടിക്ടോക്ക് മാറിയിട്ടുണ്ട്. അത് അഭിഷേക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞങ്ങൾ ഒരുപാട് തവണ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതിൽ പ്രിയ സുഹൃത്ത് അക്ഷിൻ വന്നിട്ടുണ്ട്, അദ്ദേഹം കുറച്ച് ഇൻപുട്ടുകൾ തരും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പിന്നെ ഇവിടെ UAE ഞാൻ പറഞ്ഞില്ല, ഓരോ രാജ്യത്തെയും പ്രൊമോഷണൽ കണ്ടന്റുകൾ GCCയിൽ എൻഗേജ്മെന്റ് നടക്കുന്നതിന്റെ കംപ്ലീറ്റ് ഡാറ്റ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൽ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള GCC രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗദി അറേബ്യ ആണ്. പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ടിക്ടോക്കിലുള്ള രാജ്യങ്ങളിൽ ഒന്ന് നോക്കിയാൽ അത് UAE ആണ്. യൂട്യൂബാണ് കേട്ടോ ഫസ്റ്റ്. ലോകത്തെ ഏറ്റവും എൻഗേജ്മെന്റ് ഉള്ള പ്ലാറ്റ്ഫോം രാജ്യക്കാർ യൂട്യൂബിന് ഏതാന്ന് ചോദിച്ചാൽ UAE ആണ് നമ്പർ 1. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടിക്ടോക്ക് ആണ്. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ സ്നാപ്പിനും അവിടെ എൻഗേജ്മെന്റ് ഉണ്ട്, പക്ഷേ ടിക്ടോക്കിനും യൂട്യൂബിനാണ് ഏറ്റവും കൂടുതൽ. കണ്ടില്ലേ ഇവിടെ 2021 ഡാറ്റ പ്രകാരം 0.14 മലയാളം ലാംഗ്വേജിനായിരുന്നെങ്കിൽ ഇപ്പൊ അത് ഏകദേശം 2% കൂടുതൽ എൻഗേജ്മെന്റ് റേറ്റ് ബൈ ലാംഗ്വേജ്. അപ്പൊ ഇന്ത്യൻ ഡയസ്പോറയിൽപ്പെട്ട ഹിന്ദി, മലയാളം, തമിഴ്, ഉറുദു, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ഈ 4 ലാംഗ്വേജിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷണൽ കണ്ടന്റുകൾ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പോൾ GCC കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇതും നിങ്ങൾക്കൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റയാണ്. 44% യൂസേഴ്സും ഒരു പ്രൊഡക്റ്റ് അവർക്ക് മേടിക്കുന്നതിന്റെ മുന്നേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ടിക്ടോക്കിന്റെ ബസ്സിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അത് മേടിക്കാറുള്ളൂ. 41% ആൾക്കാരും ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പിന്നെ ടിക്ടോക്കിൽ വന്നിട്ട് അതിന്റെ കറക്റ്റ് സെൻസ് ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്ന് പഠിച്ചത്. അത് GCC, ഞാനത് കൃത്യമായിട്ട് GCC എന്ന് പറയാൻ കാരണം GCCയിൽ ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഡിസ്കവറി ഫേസിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക്. അപ്പൊ ഈ ഡാറ്റ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഏതൊക്കെ ഇൻഡസ്ട്രിക്കാണ് നമുക്ക് വേറെ ഇവിടെ ഏതൊക്കെ തരം ഇതിനാണ് എന്താ പറയാ ഇൻഡസ്ട്രിയിലാണ് നമുക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതുണ്ട്. അത് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് കൊമേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, രണ്ടാമത്തെ നമ്മുടെ ബ്യൂട്ടി കോസ്മെറ്റിക്സ് പോലത്തെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാൻ പറ്റും, മൂന്നാമത്തെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും, നാലാമത്തെ ഒരു മാർക്കറ്റ് എനിക്ക് പറയാനുള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഈ 4 കാര്യങ്ങൾക്കും നമുക്ക് ടിക്ടോക്കിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ടിക്ടോക്കിന്റെ പല ആഡ് ടൈപ്സ് ഒക്കെ ഈ നോട്ടിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് ഇനി എല്ലാ പ്രോഗ്രാംസിന്റെ കൂടെയും വെക്കണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾ വേണ്ടി ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കാൻ കിട്ടിയാൽ സന്തോഷമാണ്. നമ്മുടെ ലിങ്ക്ഡിന്റെ പേജ് ആയിക്കോട്ടെ, നമ്മളെ പിന്നെ ബാക്കിയുള്ള സൺഡേ ചർച്ചകളിലെ പേജുകളായിക്കോട്ടെ, അവിടെ ഒന്നും കാര്യമായിട്ടൊരു എൻഗേജ്മെന്റ് വരുന്നില്ല. അതിന്റെ ഒരു പോയിന്റിന് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്കൊന്നും കൂടി എക്സൈറ്റ്മെന്റ് കിട്ടുക, നിങ്ങൾ ഒന്നുകൂടി നമ്മളെ പ്രോത്സാഹിപ്പിച്ചാലാണ്. അപ്പൊ അതിന്റെ ഒരു സഹായം നിങ്ങളിൽ നിന്ന് എന്താണ് ഓൺ എ പോസിറ്റീവ് നോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആൻഡ് ഓവർ ടു യു അഭിഷേക്, യു ക്യാൻ റൈറ്റ് നൗ ടോക്ക് ഓൺ ദ പ്ലാറ്റ്ഫോം ആൻഡ് യു ക്യാൻ ഗോ ഇൻസൈഡ്. ഓക്കെ അഭിഷേക്? പിന്നെ ഈ നോട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് അഭിനവിന് ഷെയർ ചെയ്യും. വി വിൽ ബി ഷെയറിംഗ് ദാറ്റ്. ഫൈൻ. അഭിഷേക് നിങ്ങൾ ലൈനിലില്ലേ? ഓക്കെ ഓവർ ടു യു മൈ ഡിയർ. എന്നാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്തോണേ. ഞാൻ ചെയ്യാം. യെസ്, താങ്ക് യു. നമ്മുടെ ഫസ്റ്റ് ടിക്ടോക്ക് ആർട്സിന്റെ സെഷൻ ആണ്. ഞാൻ ഭയങ്കര ഡീപ്ലി ഒന്നും ഇന്ന ഡെപ്തിലേക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഫസ്റ്റ് ലൈവ് സെഷൻ ആയിരിക്കും ടിക്ടോക്ക് ആർട്സിന് വേണ്ടിയിട്ട്. കുറെ പേരും പുതിയ ആൾക്കാരാന്ന് വിചാരിക്കുന്നു ഇൻഡസ്ട്രിയിൽ. ഞാൻ മേജർലി ഇതിന്റെ ബേസിക് കാര്യങ്ങളും അതുപോലെ പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യണം, അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ക്ലയന്റിനെ സെർവ് ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളിലൊക്കെ പറയാം. ഡെഫിനറ്റ്ലി ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ സ്നാപ്പ് പറഞ്ഞ പോലെ തന്നെ മെറ്റ പോലെ തന്നെയാണ് പല കാര്യങ്ങളും. അവിടെ നിന്നും ഇവിടെ നിന്നും ചെറിയൊരു ഡിഫറൻസിയേഷനും കാര്യങ്ങളുള്ളൂ. കുറച്ചും കൂടി വരുമ്പോൾ ഒപ്റ്റിമൈസേഷനിലും കണ്ടന്റ് ക്രിയേഷനിലുമാണ് കുറച്ചും കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ടിക്ടോക്കിലേക്ക് വരുമ്പോൾ. കാരണം കുക്കിംഗ് എലമെന്റ് ഒരു 0 to 3 സെക്കൻഡ് ഉള്ളതുകൊണ്ടും ഏറ്റവും മേജർലി ഹുക്ക് കൊടുക്കേണ്ടത് ആ സെക്കൻഡ് ആയതുകൊണ്ടും ടിക്ടോക്കിലെ കണ്ടന്റ് ക്രിയേഷൻ കുറച്ച് ഇതാണ്. ഡെഫിനറ്റ്ലി സാർ ഇപ്പൊ സംസാരിച്ചിരുന്നു വൈ അഡ്വർടൈസ് ഓൺ ടിക്ടോക്ക് എന്ന് ചോദിച്ചാൽ മാസീവ് റീച്ച്, ഹൈ എൻഗേജ്മെന്റ്, യങ്ങർ ഡെമോഗ്രാഫിക്, ട്രെൻഡ് ഡ്രിവൻ ആണ്. സൗണ്ട് ഓൺ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ കാരണം വീഡിയോസ് വരുമ്പോൾ നമുക്ക് ടിക്ടോക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റതിലെല്ലാം നമുക്ക് സൗണ്ട് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ബട്ട് ഇതിനകത്ത് ഓരോ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗണ്ട് പ്ലേ ആവും. നമ്മൾ കുറച്ച് വെച്ചിട്ടില്ല എങ്കിൽ വോളിയം ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പ്ലേ ആവും. അപ്പോൾ
കുറച്ചും കൂടി ഡൈനാമിക് സൗണ്ടുകൾ യൂസ് ചെയ്തിട്ടുള്ള ആഡുകളായിരിക്കും ഇതിനകത്ത് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്റെ ടിക്ടോക്കിലെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്ന 2018 ഫോർ മാഗ്ഡാബി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ വേൾഡ് ടോപ്പ് മോസ്റ്റ് ഐവിയറും ഫാഷൻ പ്രൊഡക്ട്സും ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നിയർലി 1 year മന്ത്ലി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൺവേർഷൻ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ GCC, യൂറോപ്പ്, US, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ ഈ ഇത്രയും കൺട്രീസിലാണ് മേജർലി ഫോക്കസ് ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ കൺവേർഷൻ വന്നിരുന്ന ഒരു ലൊക്കേഷൻ US, GCC, സിംഗപ്പൂർ ആയിരുന്നു. കുറച്ച് ഹൈ എൻഡ് പ്രീമിയം കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്താൽ പോലും തന്നെ നമുക്ക് ടിക്ടോക്കിൽ നിന്ന് കൺവേർഷൻ ഉണ്ട്. കുറച്ച് ഹൈ ടിക്കറ്റ് പ്രൊഡക്ട്സ് ആണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ക്യാമ്പയിൻസിന് ഏറ്റവും നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ആ ഒരു കൺട്രിയെ സ്പെസിഫിക് ചെയ്ത് പറയുകയാണെങ്കിൽ GCCയിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം. അസ് വെൽ എസ് മെറ്റ പോലെ തന്നെയാണ് ടാർഗറ്റിങ്ങും കാര്യങ്ങളും പ്ലാറ്റ്ഫോമും എല്ലാം ബിഹേവ് ചെയ്യുന്നത്. കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ, അതിൻ്റെതായ ചെറിയ ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സുകൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ഞാൻ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. ഡെഫിനറ്റ്ലി ടിക്ടോക്ക് ആഡ് എക്കോസിസ്റ്റം ഇങ്ങനെയാണ്: ക്യാമ്പയിൻ ലെവൽ, ആഡ് ഗ്രൂപ്പ്, ആഡ് ലെവൽ. ഡെഫിനറ്റ്ലി ഇതൊരു നിങ്ങൾക്ക് എല്ലാവരും മറ്റേ കണ്ടിട്ടുള്ള അതേ പാറ്റേൺ തന്നെയാണ്. ക്യാമ്പയിൻ ലെവലിലേക്ക് വരുമ്പോൾ ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണ് അത് സെറ്റ് ചെയ്യുന്നു. ട്രാഫിക് ആണോ, കൺവേർഷൻ കോൺവെർസേഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മെസ്സേജിങ് ആപ്പിലേക്ക് വരിക. അതുപോലെ ആഡ് ഗ്രൂപ്പ് ലെവലിലേക്ക് വരുമ്പോൾ ടാർഗറ്റിംഗ്, പ്ലേസ്മെന്റ്, ബഡ്ജറ്റ്, ഷെഡ്യൂൾ, ബിൽഡിംഗ് അതുപോലുള്ള ആക്ടിവിറ്റീസുകളെല്ലാം ചെയ്യുന്നു. ആഡ് ലെവലിലേക്ക് വരുമ്പോൾ ക്രിയേറ്റീവ്, CTA ബട്ടൺ, URLs, ഫൈനൽ പ്രിവ്യൂ, ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെയാണ് മേജർലി 3 സെഗ്മെന്റിലേക്ക് വരുന്നത്. കീ കമ്പോണന്റ് ഓഫ് ടിക്ടോക്ക് ആഡ് എക്കോസിസ്റ്റം. മേജർലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആഡിനോട് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ഒരു ഓഡിയൻസ് ആഡ് പ്ലേസ്മെന്റ്, ബിഡിംഗ് ഒപ്റ്റിമൈസേഷൻ, ട്രാക്കിംഗ് ആൻഡ് അനലിറ്റിക്സ് ഈ ഒരു മേജർ ഫാക്ടേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ആഡ് ഒബ്ജക്റ്റീവ് നമ്മുടെ ഏറ്റവും കൂടുതൽ ടിക്ടോക്കിൽ യൂസ് ചെയ്യുന്നത് അവയർനെസ്സും കൺസിഡറേഷൻ ലെവലിലാണ് മേജർലി വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഞാൻ കറന്റ് വർക്ക്ഔട്ട് ചെയ്യുന്ന 2 ബ്രാൻഡുകൾ, ഒന്നൊരു ഫാഷൻ ബ്രാൻഡാണ്, മറ്റൊരു GCC ബേസ് ചെയ്തൊരു സൂപ്പർ മാർക്കറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റ് പ്യുവർലി അവരവിടുത്തെ മൈക്രോ ലെവൽ ഓഡിയൻസിനെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്യാമ്പയിൻസ് പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു ഫിലിപ്പീനി ബേസ്ഡ് സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പൊ അവർക്ക് GCC ബേസ് ചെയ്തിട്ട് തന്നെ UAE-ലൊക്കെ കുറെ അവരുടെ ഫിലിപ്പീനി ക്രിയേറ്റേഴ്സ് ഉണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് കണ്ടന്റ് ചെയ്യിപ്പിക്കുന്നു, അത് അവയർനെസ് ചെയ്യുന്നു. അവരുടെ കുറച്ച് നമ്മളെ കേരളത്തിന്റെ തനതായ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫിലിപ്പീൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ് കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് ക്യാമ്പയിൻസ് പുഷ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഓഡിയൻസ് ടാർഗറ്റിംഗ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അവിടെ ടാർഗറ്റിംഗ് ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കസ്റ്റം ഓഡിയൻസും ലൈക്ക് ഓഡിയൻസും ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കസ്റ്റം ഓഡിയൻസ് നമ്മൾ മെറ്റയിൽ ചെയ്യുന്ന പോലെ ഇപ്പോ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു, അതുപോലെ 50% എൻഗേജ്മെന്റ് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ കസ്റ്റം ഓഡിയൻസിനകത്ത് ഇപ്പൊ കറന്റ് പറ്റുന്നില്ല. എൻ്റെ 3 ആഡ് അക്കൗണ്ട് ഉണ്ട്. 3 ആഡ് അക്കൗണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മാർച്ചിൽ എന്തോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അവിടെയാണ് 50% എൻഗേജ്മെന്റ് നമ്മുടെ കണ്ടന്റ് ആയിട്ട് എൻഗേജ് ചെയ്തവരെ റീടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പണ്ടൊന്നും ഇല്ലായിരുന്നു. ലേറ്റസ്റ്റ് വന്നു വിടുന്നുണ്ട്. ഞാൻ സ്നാപ്പിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഡിഫറൻസിയേഷനും വരുന്നുണ്ട്. മെറ്റ പോലെ തന്നെ ഇനേബിൾഡ് ആവുന്നുണ്ട് കുറച്ചുകൂടി. പിന്നെ ആഡ് പ്ലേസ്മെന്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് എപ്പോഴും പ്ലേസ്മെന്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ചില ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റീൽ സെക്ഷൻ, വീഡിയോ ആഡ്സ് മാത്രം പുഷ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഫാക്ടറും സിസ്റ്റവും അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. മാനുവലി ടിക്ടോക്ക് മെയിൻ ഫീഡ്, ന്യൂസ് ഫീഡ് ആപ്സ്, പാർട്ണർ ആപ്പ് ചില കൺട്രികളിൽ വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഡിപ്പെൻഡ് ഓൺ റീജിയൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒമാനിൽ എന്തോ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു പാർട്ണർ ആപ്സ് സെക്ഷൻ. പിന്നെ ബിഡിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, CPC, CPM, OCPM എന്ന വാക്ക് നിങ്ങൾക്ക് പലർക്കും അതായിരിക്കും. ഒപ്റ്റിമൈസ് CPM എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്റ്റിമൈസേഷൻ ഗോൾ, കോൺവെർസേഷൻ, ക്ലിക്ക്, ഇംപ്രഷൻ. നമ്മൾ അത് ഫണലിനനുസരിച്ചായിരിക്കും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. ട്രാക്കിംഗ് ആൻഡ് അനലിറ്റിക്സിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി
പിക്സൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. വെബ്സൈറ്റ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രാക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കുറച്ചും കൂടി സിസ്റ്റത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാനായാലും സിസ്റ്റത്തിന് കുറച്ചും കൂടി സിമ്പിൾ ആണ്. പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ക്യാമ്പയിനുകൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു SDK ഫയലുകൾ അപ്ഡേറ്റ് ചെയ്യണം മെറ്റയിലെ പോലെ തന്നെ. അപ്പോ SDK ചെയ്യാൻ നേരത്ത് എന്താ iOSന്റെ SDK ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനകത്ത്. കാരണം അത് ഡെവലപ്മെന്റ് സൈഡ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തവരില്ലെങ്കിൽ ഞാനൊരു ക്യാമ്പയിൻ ചെയ്തപ്പോൾ അത് പുഷ് ആവുന്നില്ലായിരുന്നു. കേരള ബേസ് ചെയ്തൊരു ബ്രാൻഡിന്റെ ആണ്. ക്യാമ്പയിൻ പുഷ് ചെയ്യുമ്പോൾ എന്താ iOSൽ ഡെഫിനറ്റ്ലി അവർ ഇന്നും ഒരു 2.5 monthsോളം ആയിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് ക്യാമ്പയിൻ SDK ഫയൽ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്, പക്ഷെ SDK iOSലേക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് അതിന്റെ കീ കമ്പോണൻസ് എന്ന് പറയുന്നത് ടിക്ടോക്കിന്റെ ആഡ് എക്കോസിസ്റ്റത്തില്. ഇത് ടിക്ടോക്ക് ക്രിയേറ്റീവ് ഫോർമാറ്റ്സ് ആണ്. ടിക്ടോക്ക് ആഡ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് ഫോർമാറ്റ്സ്. ഇൻഫീഡ് ആഡുകളുണ്ട്, ടോപ്പ് വ്യൂ ആഡുകളുണ്ട്, ബ്രാൻഡ് ടേക്ക് ഓവർ ഉണ്ട്. ഇതിനകത്ത് ഇൻഫീഡ് ആഡുകൾ എന്താ ഒരു ഓർഗാനിക് കണ്ടന്റ് പോലെ വരുന്നതാണ്. നമുക്ക് ഫീഡിന്റെ ജസ്റ്റ് ആ ആപ്പിന്റെ താഴെ ഡൗൺ സൈഡിലായിരിക്കും വരുന്നത്. ഒരു നേറ്റീവ് അഡ്വർടൈസിങ് മെത്തേഡ് ആണത്. നമുക്ക് ഷോപ്പ് നൗ ബട്ടൺ അത് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഇ-കൊമേഴ്സ് ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഷോപ്പ് നൗ ലേണോ ആ ഒരു രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പൺ ആപ്പ് ടോപ്പ് വ്യൂ ആണെന്ന് പറയും. ഏറ്റവും പ്രീമിയം സെഗ്മെന്റ് ആണ്, ഏറ്റവും കൂടുതൽ കോസ്റ്റ് അതിനാണ്. ടോപ്പ് വ്യൂ കാരണം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടോപ്പിൽ നമ്മൾ യൂട്യൂബിലെ മാസ്റ്റർ ആഡ്സ് വരുന്ന പോലെ തന്നെ ഇത് ആപ്പിന്റെ ടോപ്പ് സൈഡിൽ വരും ടോപ്പ് വ്യൂ ആഡ്. ഫസ്റ്റ് തിങ് യൂസർ സി ഓൺ ഓപ്പണിംഗ് ദ ടിക്ടോക്ക് ആഡ് അതായിരിക്കും. അത് കുറച്ച് കോസ്റ്റും കൂടുതലാണ്. CPC CPM കോസ്റ്റ് എല്ലാം കൂടുതലാണ്. നമുക്കൊരു ഫുൾ സ്ക്രീൻ വീഡിയോ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. മിനിമം 30 to 60 സെക്കൻഡ് ആണ്. മേജർലി എല്ലാ ബ്രാൻഡുകളും ഒരു 30 to 40 സെക്കൻഡിൽ തന്നെ മെസ്സേജ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബ്രാൻഡ് ടേക്ക് ഓവർ ആണ്. അതൊരു ഫ്ലാറ്റ് സ്ക്രീൻ ആണ്. ഒരു ഫുൾ സ്ക്രീൻ വീഡിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് അപ്പിയർ ആവും. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ, 3 to 5 സെക്കൻഡ്. അത് പെർ കാറ്റഗറി ഡിപ്പെൻഡ് അപ്പോൺ ആണ് സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഡിസ്കവറി പേജ്, ബ്രാൻഡ് ഹാഷ്ടാഗ് ചലഞ്ചുകൾ, അങ്ങനത്തെ ഹാഷ്ടാഗ് ചലഞ്ച് ക്യാമ്പയിനുകൾസ് നമുക്ക് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ക്രിയേറ്റർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് ഹാഷ്ടാഗിന് വേണ്ടിയിട്ട്. അതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലുലു ഗ്രൂപ്പ്സിന്റെ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുന്നു, ലുലു ഇവന്റ്സ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു കണ്ടന്റ് അതിനെ വെച്ചിട്ട് നമുക്ക് ഹാഷ്ടാഗ്. അപ്പോൾ നമുക്കും ക്രിയേറ്ററിനും അതുപോലെ കൊളാബ് ചെയ്തിരിക്കുന്ന ആൾക്കും നല്ല രീതിയിൽ വ്യൂസ് കയറും, എൻഗേജ്മെന്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എപ്പോഴും അതൊരു എന്താ 360 ഡിഗ്രി നോക്കി കഴിഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഗ്രോത്ത് ആണ് അതുകൊണ്ട് മേജർലി ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്രാൻഡഡ് എഫക്ട് ക്യാമ്പയിൻസ് ആണ്. കസ്റ്റം സ്റ്റിക്കേഴ്സ്, AR ഫിൽറ്റേഴ്സ് ഈ വീഡിയോസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ സ്നാപ്പിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു ഡിഫറൻസിയേഷൻ ആണ് AR എഫക്ട്സ് ക്യാമ്പയിനുകൾ യൂസ് ചെയ്യാം. അത് AR ഫിൽറ്റേഴ്സ് ക്യാമ്പയിനുകൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്രൂവലിന് പോകേണ്ടി വരും. അപ്രൂവലിന് പോകുമ്പോഴാണ് പലപ്പോഴും പലരുടെയും AR ഫിൽറ്റേഴ്സ് ക്യാമ്പയിനുകൾ അവർക്ക് നല്ല പോളിസീസ് ഉണ്ട്. മോസ്റ്റ്ലി ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ ഇ-കൊമേഴ്സ് ബ്രാൻഡുകളാണ്. ഇപ്പോ എന്താ ഐവിയറുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഹാറ്റ്സ്, ഷർട്ട്സ്, ടീഷർട്ട് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നവർ ബ്രാൻഡഡ് എഫക്ട്സ് ക്യാമ്പയിനുകൾ കൂടുതലും ചെയ്യുന്നുണ്ട്. പിന്നെ സ്പാർക്ക് ആർട്സ് ആണ്, അതായത് ഒതന്റിക് ഓർഗാനിക് കണ്ടന്റുകൾ, പ്യൂർലി കണ്ടന്റുകൾ ഉണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലത്തെ കണ്ടന്റുകൾ സ്പാർക്ക് ആഡായിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് ഫോർമാറ്റ് ടിക്ടോക്കിന്റെ. ഓക്കെ, ഇതൊരു ഷീറ്റ് ആണ്. നമുക്ക് ഏത് ആർട്ട് ഫോർമാറ്റ് എപ്പോൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് ഏത് ഡിസൈഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു ഇതാട്ടോ ഇത്. അതായത് ഇൻഫീഡ് ആഡ് ഫോർമാറ്റ് ബെസ്റ്റ് ഫോർ ഡ്രൈവിംഗ് ട്രാഫിക് ആൻഡ് കോൺവേഴ്സേഷൻ. അപ്പോൾ അതിന്റെ കോസ്റ്റ് ലെവൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. എൻഗേജ്മെന്റ് ഒരു 3 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് 5-ല്. ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്, ട്രാഫിക്കും കൺവേർഷനും ഇൻഫീഡ് ആഡുകൾ ബെറ്റർ ആണ്. ഇനിയിപ്പോ അവയർനെസ് ആൻഡ് റീച്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും ബെറ്റർ എന്താ ടോപ്പ് വ്യൂ ആഡ് ആണ്. ബട്ട് അതിന് കോസ്റ്റ് കൂടുതലാണ്. മാസീവ് റീച്ച് ആൻഡ് ബ്രാൻഡ് അവയർനെസ്. ഇപ്പോൾ നമ്മൾ GCC ലൊക്കേഷനിൽ ദുബായ് എന്ന് പറയുന്ന കൺട്രിയിൽ മുഴുവനായിട്ട് നല്ലൊരു ബ്രാൻഡിന് ഒരു അവയർനെസ് വേണം.
നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും നമ്മൾ ടീച്ചിൽ ICP പെടുന്നവരാണെങ്കിൽ നമ്മൾ ടോപ്പ് റിവാർഡ് പബ്ലിഷ് ചെയ്ത ഡെഫിനറ്റ്ലി അവർ കണ്ടിരിക്കും. എന്റെ ഫ്രീക്വൻസി കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 2/5 3/7 എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഭയങ്കരമായിട്ട് ബ്രാൻഡിനെ റെസണേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോ അവ ടോപ്പ് റിവാർഡുകളാണ് മേജർലി വർക്ക്ഔട്ട് ചെയ്യാൻ സിസ്റ്റം സജസ്റ്റ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ബഡ്ജറ്റിന്റെ കൺസ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അവയർനെസിന്റെ സമയത്ത് നോർമൽ വീഡിയോ ആഡ്സിലേക്ക് പുഷ് ചെയ്യാറുണ്ട്. പിന്നെ അവയർനെസ് ആൻഡ് ബ്രാൻഡ് റീകോളിന് ബ്രാൻഡ് ടേക്ക് ഓവർ ഇതാണ്. കാരണം ഇമീഡിയറ്റ് എക്സ്പോഷർ ആൻഡ് ബ്രാൻഡ് റീകോൾ ഉണ്ട്. അതിന്റെ പോസ്റ്റ് ഒരു 5/4 റേറ്റിംഗ് ഉണ്ട്. ആവശ്യത്തിന് റേറ്റ് ഉണ്ട്. ടോപ്പ് വ്യൂ ആണ് ഏറ്റവും പോസ്റ്റ്. അതിന്റെ ജസ്റ്റ് താഴെ നിൽക്കുന്ന ഒരു സാധനമാണ് ടേക്ക് ഓവർ. അതിനൊരു എൻഗേജ്മെന്റ് റേറ്റ് 5/4 നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ #, ചലഞ്ച്, അത് വൈറൽ റീച്ച് ആൻഡ് UGC ടൈപ്പ് കണ്ടന്റുകളായിരിക്കും. അത് മെയിൻലി വർക്ക്ഔട്ട് ചെയ്യുന്നത് എൻഗേജ്മെന്റ് ആൻഡ് ബ്രാൻഡ് ബിൽഡിംഗ്. ഇപ്പൊ പുതിയതായിട്ട് ഒരു ബ്രാൻഡിന്റെ ഒരു വോയിസോ അല്ലെങ്കിൽ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യേണ്ട കേസിൽ കൂടുതൽ #, ചലഞ്ചുകൾ UGC കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന #, ചലഞ്ചിലായിരിക്കും. അതിനും ഹെവി എൻഗേജ്മെന്റ് ആണ്, ബട്ട് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ എൻഗേജ്മെന്റ് ആണ് ഫൺ. അത് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ ബ്രാൻഡഡ് എഫക്ട് ക്യാമ്പയിനുകളായിരിക്കും. അതായത് ഇന്ററാക്റ്റീവ് എൻഗേജ്മെന്റ് ആഡുകൾ റൺ ചെയ്യുന്നു. പിന്നെ ട്രാഫിക് കൺവേഴ്സേഷൻ എൻഗേജ്മെന്റ് ആണെങ്കിൽ സ്പാർക്ക് ആർട്സ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യം തന്നെയാണ്. ബെസ്റ്റ് ആഡ് ക്രിയേറ്റീവ് ഫോർമാറ്റുകൾ അതിനകത്ത് ഏതൊക്കെ ആയിരിക്കും. ടിക്ടോക്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഇമോഷണലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കണ്ടന്റുകൾ. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ആവുന്നതും. പിന്നെ ജെൻസീസ് ഉള്ളത് കൊണ്ട് തന്നെ ജെൻസീസ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും കുറച്ചും കൂടി ഫാസ്റ്റ് മൂവിങ് ക്രിയേറ്റീവുകളും ഫാസ്റ്റ്ലി കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ആയിരിക്കും മേജർലി വർക്ക്ഔട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് വിത്ത് ഒരു സ്ട്രോങ് ഹുക്ക് ഉണ്ടായിരിക്കണം. ക്രിയേറ്റ് നേറ്റീവ് ലുക്കിംഗ് കണ്ടന്റ് ഉണ്ടായിരിക്കണം. യൂസ് ക്വിക്ക് ട്രാൻസിഷൻ ആൻഡ് ലാസ്റ്റ് സ്പേസിംഗ്. അവോയ്ഡ് ട്രഡീഷണൽ ആഡ് ഫോർമാറ്റ് ഓവർ പോളിഷ്ഡ് കണ്ടന്റ്. അങ്ങനത്തെ കണ്ടന്റ്, അതായത് നമ്മൾ ട്രഡീഷണലി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യില്ല. കാരണം അത് അതിന്റെ CTRഉം CPC ക്ലിക്ക് നോക്കിക്കഴിഞ്ഞാൽ CTRന്റെ വാല്യൂസ് മെഷർ ചെയ്യാൻ 0.02 0.0 അങ്ങനത്തെ കണ്ടന്റുകൾക്ക് എൻഗേജ്മെന്റ് ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോഴും കേരളത്തിലേക്ക് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്ടോക്കിൽ പോലും അങ്ങനത്തെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്. ബട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടിക്ടോക്കിൽ അതൊന്നും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ. അപ്പൊ നമ്മളിവിടെ കുറച്ചും കൂടി ഫാസ്റ്റ് മൂവിങ് ആയ ക്രിയേറ്റീവുകളായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് ഓഡിയൻസിന്റെ ടാർഗറ്റിംഗ് ഓപ്ഷൻ ആണ്. നമുക്ക് ഇവിടെ 13 to 17 ടാർഗറ്റ് ചെയ്യാം. 18 to 24, 25. ഏറ്റവും ജെൻഡർ സെലക്ഷൻ മെയിൽ ഫീമെയിൽ ഓൾ കൊടുക്കാം. ലൊക്കേഷൻ കൺട്രി പ്രൊവിൻസ് സിറ്റി. മേജറിൽ എങ്ങനെയാണോ മെറ്റീരിയൽ ഉള്ളത് അതുപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. കസ്റ്റം ഓഡിയൻസ് ലുക്ക് ലൈക്ക് ഓഡിയൻസ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും ടിക്ടോക്കിന്റെ പിക്സൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഗൂഗിൾ ടാഗ് നിങ്ങൾ മാനുവൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് മാനുവൽ സെറ്റപ്പ് ചെയ്യാൻ നേരത്ത് കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ വഴി തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ബട്ട് ടാഗ് മാനേജർ ആയിരുന്നു നേരത്തെ ഇഷ്യൂ. കാരണം ഫയർ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് ആരും ടാഗ് മാനേജർ യൂസ് ചെയ്യണ്ടായി. ബട്ട് ലേറ്റസ്റ്റ്ലി വരുമ്പോൾ ഒരു ലാസ്റ്റ് 6 or 5 months ഒക്കെ എടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാനുവലി സെറ്റപ്പ് ചെയ്യുമ്പോഴാണ് ഫയറിങ്ങിനകത്ത് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. പിന്നെ കൺവേർഷൻ, ഫണൽ ട്രാക്കിംഗ്, ഇംപ്രഷൻ, ആഡ് എൻഗേജ്മെന്റ്, വെബ്സൈറ്റ് വിസിറ്റ്, ആഡ് ടു കാർട്ട്, പർച്ചേസ്, അത് നോർമലി ഉള്ള പോലെ തന്നെയാണ്. കീ പെർഫോമൻസ് മെട്രിക്സ് നമ്മൾ നോക്കുന്നത് ഇംപ്രഷൻ, ക്ലിക്സ്, CTR, CPM, CPC, പോസ്റ്റ് പെർ കൺവേർഷൻ, റൊവാസ്. പിന്നെ ഷെയർസ് ആൻഡ് കമന്റ് ഇതിനകത്ത് മേജർലി വരുന്ന ഒരു മറ്റൊരു KPI ആണ്. അതെല്ലാ ബ്രാൻഡുകളും നോക്കും. കാരണം ഇത്രത്തോളം എൻഗേജ്മെന്റ് ബ്രാൻഡുകൾക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ. ഇതൊക്കെയാണ് മേജർലി വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ബഡ്ജറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ബിൽഡിംഗ് സ്ട്രാറ്റജീസ്. ഇത് എങ്ങനത്തെ കണ്ടന്റുകളായിരിക്കും ടിക്ടോക്കാരിൽ കുറച്ചും കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ പ്രയോറിറ്റി നേറ്റീവ് സ്റ്റൈൽ വെർട്ടിക്കൽ വീഡിയോ 9:16 റീൽ സൈസിൽ പോകുന്ന വീഡിയോസുകൾ, യൂസ് ട്രെൻഡിങ് മ്യൂസിക് ആൻഡ് ക്വിക്ക് കട്ട്, അതായത് വളരെ പെട്ടെന്നുള്ള ട്രാൻസിഷൻ ടൈപ്പ് ഓഫ് വീഡിയോസ്,
പിന്നെ UGC കണ്ടന്റുകൾ, UGC കണ്ടന്റ് നല്ല രീതിയിൽ GCCയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് US പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രാൻസിഷനും കുറച്ച് 3D എലമെന്റ് ഒക്കെ വെച്ചിരിക്കുന്ന ക്യാമ്പയിനുകളാണ് അവിടെ കുറേ കൂടി പുഷ് ചെയ്യുന്നത്. ബ്രാൻഡുകളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു റെയ്ബാനൊക്കെ 2020-21 ആ സമയത്തെ ആ US മാർക്കറ്റിൽ 3D ടൈപ്പ് ഓഫ് വീഡിയോസും ഹെവി ട്രാൻസിഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മോഡലിന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തന്നെ ആ മോഡൽസിനെ പോലും ഭയങ്കര ഹെവി ട്രാൻസിഷൻ ഒക്കെ വെച്ചിട്ടാണ് പല ബ്രാൻഡുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പോലീസ് ബ്രാൻഡൊക്കെ ആ ടൈമിൽ ഇറങ്ങാത്ത ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ അവർ ടിക്ടോക്കിൽ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് വരുന്ന വീഡിയോ ട്രാൻസിഷൻ ലെവലൊക്കെ ആ ടൈമിൽ 2021 ആ ടൈമിലൊക്കെ അവർ US ടിക്ടോക്കിൽ വർക്ക്ഔട്ട് ചെയ്തിരുന്ന ലെവൽ ഓഫ് കണ്ടന്റുകളാണ്. പിന്നെ റെക്കമെൻഡ് ടെസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാമ്പയിൻ, അത് ഞാൻ ഇത് പറഞ്ഞു തന്നിട്ട് ആഡ്സ് മാനേജറിലേക്ക് പോയിട്ട് സംസാരിക്കാം. നമുക്ക് ടിക്ടോക്ക് കേരളത്തിൽ നിന്ന് യൂസ് ചെയ്യണമെങ്കിൽ ഒരു VPN, നോർമൽ VPN അല്ല, ഒരു പെയ്ഡ് VPN ആവശ്യമുണ്ട്. അപ്പോ ഇത് എന്റെ ഒരു പെയ്ഡ് VPN ടൂളാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോട്ടോൺ VPN ആയിരിക്കും. അതിന് മന്ത്ലി കോസ്റ്റ് വരുന്നത് 850 റുപ്പീസ് ആ റേഞ്ചിലാണ് കോസ്റ്റ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ഷെയറിംഗ് ചെയ്യാണ്. പെയ്ഡ് അല്ലാത്ത VPNകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ എന്ന് പറയാൻ പറ്റും? പെയ്ഡ് അല്ലാത്തൊരു VPN ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും, ബട്ട് പിന്നെ അത് അങ്ങോട്ട് വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഒരു ആഡ് അക്കൗണ്ട് പോയിട്ടുണ്ട്. ഞാൻ 2 ടൈമിൽ അങ്ങനെ നോക്കിയിട്ടുള്ളൂ, പിന്നെ ചെയ്തിട്ടില്ല. ഞാനെല്ലാം പെയ്ഡ് VPN തന്നെ യൂസ് ചെയ്തിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം അധികം കോസ്റ്റ് ഇല്ല, നമുക്ക് ഫ്രീലാൻസിൽ ക്ലയന്റ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വേറെ കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട്, അവര് ഫ്രീ VPN വെച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടില്ല. അല്ല, ഞാൻ ആക്ച്വലി ഫ്രീ VPNs യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട്. ഞാൻ മുമ്പ് ചെയ്തിട്ടിരുന്നത് പെയ്ഡ് VPNs യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ അടുത്ത മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യാതിരുന്നത്. എനിക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ട് 2 years ബാക്ക്. ഞാൻ അങ്ങനെയാണ് VPN തന്നെ പർച്ചേസ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഏറ്റവും സേഫ് സോണിൽ കളിക്കണമെങ്കിൽ അതായിരിക്കും. കാരണം എന്തെങ്കിലും ടോപ്പ് ബ്രാൻഡൊക്കെ ആണെങ്കിൽ അത് പിന്നെ ഇഷ്യൂസ് ആവും. ഓക്കെ. ടിക്ടോക്കിൽ നമുക്കൊരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ടിക്ടോക്ക് ഫോർ ബിസിനസ് സെന്ററിൽ പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണോ മെറ്റഡ് ബിസിനസ് യൂണിറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതേ സെയിം ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ടിക്ടോക്ക് ബിസിനസ് സെന്റർ വഴി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് തന്നെ വെച്ച് പേജും ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ഇനി പോകുന്നില്ല, കാരണം ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ബിസിനസ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കൺട്രീസ് അതായത് കൺട്രി ഇപ്പൊ UAE സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഫോൺ നമ്പർ വേണ്ടി വരും വെരിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ OTP ചോദിക്കും. എന്നാൽ മാത്രമേ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അക്കൗണ്ട്. അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് ക്രിയേഷൻ മെത്തേഡ് കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, മെയില് പാസ്വേഡ് യൂസർ നെയിം ബിസിനസ് നെയിം കൊടുക്കുന്നു, ലൊക്കേഷൻ കൊടുക്കുന്നു,
എന്നിട്ട് അക്കൗണ്ട് ക്രിയേഷൻ പോവും. അപ്പോഴ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചോദിക്കും. അവിടെയാണ് UAE നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കുന്ന ഓപ്ഷനിലല്ല, മെയിൽ ഓപ്ഷനിലാണ്. ബട്ട് GCC നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രി ഏതാണോ അതിന്റെ കൊടുക്കണം. നോർമലി അക്കൗണ്ടുകൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, GCCയിലുള്ള ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ടിക്ടോക്ക് ആഡ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അവരെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്നായിരിക്കും അക്കൗണ്ട് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും ചില സമയത്ത് ഇഷ്യൂസ് വരാറുണ്ട്. ഞാൻ നോർമലി ചെയ്യുന്നത് GCCയിലെ അക്കൗണ്ട് ഹോൾഡറിനെ അല്ലെങ്കിൽ ബിസിനസ് ഓണറിനെ കൊണ്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാനത് ടേക്ക് ഓവർ ചെയ്യാറ് നോർമലി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. ടിക്ടോക്ക് ആഡ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ കൺട്രി UAE ടാർഗറ്റ് ഓഡിയൻസ് കൺട്രി തന്നെ വേണം. ബ്രോ അതെനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ ഫർഹാൻ. അതായത് UAE സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെ ടാർഗറ്റ് ഓഡിയൻസ് വേണ്ട, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ US ആഡ് അക്കൗണ്ട് വെച്ച് എവിടെ വേണമെങ്കിലും ക്യാമ്പയിൻസ് പുഷ് ചെയ്യാൻ പറ്റും. ബട്ട് അക്കൗണ്ട് ബിസിനസിന്റെ ഓണർഷിപ്പ് എടുക്കുന്നത് വെരിഫൈ ചെയ്യുന്നത് അതാത് കൺട്രിയിലായിരിക്കും. ഇപ്പൊ നമ്മൾ UAE ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ലോസിന് അനുസരിച്ചായിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത്. ഇതാണ് ടിക്ടോക്കിന്റെ ആഡ്സ് മാനേജർ. നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഇത് ഞാൻ യൂസ് ചെയ്യാത്തൊരു അക്കൗണ്ട് ആണ്, അതുകൊണ്ട് യൂസ് ചെയ്താൽ മാത്രമേ ഡാഷ്ബോർഡിൽ മെട്രിക്സും വാല്യൂസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഏത് ക്യാമ്പയിൻ സെലക്ട് ചെയ്യണം, ഏതൊക്കെ ക്യാമ്പയിൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. ടൂൾസിനകത്ത് നമുക്ക് ഓഡിയൻസ് മാനേജർ, കമന്റുകൾ ഇതാക്കാൻ പറ്റും. ക്രിയേറ്റീവ് ലൈബ്രറി, ഇൻസ്റ്റന്റ് പേജ്, വീഡിയോ എഡിറ്റർ, ഇത് പുതിയതായിട്ട് വന്നൊരു ഓപ്ഷൻ എനിക്ക് 2 months എന്തോ ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ അക്കൗണ്ട് മാനേജ്മെന്റ് ചെയ്യാനുള്ള, പിന്നെ ഓട്ടോമേറ്റഡ് റൂളുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം മറ്റേ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ, ഇവന്റ് സെറ്റപ്പ് ചെയ്യാൻ, ലീഡുകളിൽ ഇത്, ബ്രാൻഡ് സേഫ്റ്റി, മിഷൻ മാനേജർ. ഇതിപ്പോ മിഷൻ നമുക്കൊരു ഫണൽ സെറ്റ് ചെയ്തിട്ട് ആ ഫണലിലേക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ മിഷൻ മാനേജറിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്ത കുറച്ചും കൂടി സിസ്റ്റം പെർഫോമൻസ് ആണ് ചെയ്യും. ഇവന്റിനകത്താണ് പിക്സലും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. പിന്നെ അക്കൗണ്ട് സെറ്റപ്പ്, ബ്രാൻഡ് സേഫ്റ്റി, ഡോക്യുമെന്റ്സ്, ഫിനാൻസ്, പേയ്മെന്റ് ഓപ്ഷൻ ഒക്കെ ഇവിടെ നിന്നായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ജസ്റ്റ് ഇതാണ് ടിക്ടോക്കിന്റെ ആഡ്സ് മാനേജർ. വളരെ സിമ്പിൾ ആണ്, മറ്റേ പോലെ തന്നെ ഉള്ളൂ. സൗരഭ ഏതാ ഫ്രീ VPN യൂസ് ചെയ്യുന്ന കമന്റിൽ ആരോ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ക്രോം ആഡോണാണ് യൂസ് ചെയ്തത്. ഞാനൊരു പേരിപ്പോ പറഞ്ഞുതരാം. സെക്കൻഡ്. ഓക്കെ, ഒന്ന് ചാറ്റിലേക്ക് ഷെയർ ചെയ്തേക്കെ. ഓക്കെ, നമ്മള് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു വളരെ നോർമൽ ലെവലിലാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണ്. ഞങ്ങൾ ഇതിന്റെ ഇൻഡെപ്ത് അനാലിസിസിലേക്കും ക്യാമ്പയിൻ ചെയ്ത അക്കൗണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് മെട്രിക്സുകളൊക്കെ വെച്ച് അനലൈസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ബേസിക് ക്ലാസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു റീച്ച് ക്യാമ്പയിൻ, അതായത് അവയർനെസ് ലെവലിൽ എങ്ങനെയാണ് ക്യാമ്പയിൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ഞാൻ ക്യാമ്പയിൻ ഒരു നെയിം കൊടുക്കുന്നു. അവയർനെസ് 1, ഡെയിലി ബഡ്ജറ്റ് അറ്റ്ലീസ്റ്റ് AED 50 ഇതാണ്. ഞാൻ ഡെയിലി ബഡ്ജറ്റ് 60 AED കൊടുത്തു. പ്ലേസ്മെന്റ് ഇൻഫീൽഡിലും സെർച്ച് ഫീൽഡിലും അവൈലബിൾ ആണ്. ടാർഗറ്റിംഗ് സേവ്ഡ് ഓഡിയൻസ് ഇല്ല. ഞാൻ UAE മാത്രം ഫുൾ കൺട്രീസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നു. ഏജ് ഗ്രൂപ്പ് 13 to 17 വേണ്ട, 18 to 24. 13 to 17 ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. 25 to 34, 35 to 44. ഇതാണ് കൂടുതലും മെട്രിക്സുകളും ഇപ്പൊ ബ്രാൻഡുകളും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കുറച്ച് HNI പ്രൊഡക്റ്റുകളിലാണ് ടിക്ടോക്ക് ആഡ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന കുറച്ച് ഏജ് ഗ്രൂപ്പ് 18 to 24, 25 to 34, ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് മേജർലി വർക്ക്ഔട്ട് ചെയ്യുന്ന ഇത്. പിന്നെ 13 to 17. അഭിഷേക്, ചെറിയ പോയിന്റ് ആഡ് ചെയ്യാനുള്ളതേ,
ആ നമ്മൾ ഈ കണ്ടന്റിന് വേണ്ടി റിസർച്ച് ചെയ്ത് നോക്കുമ്പോഴേ GCC കൺട്രീസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഈ മീറ്റിംഗിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഓൾമോസ്റ്റ് ഒരു 20 to 22% ഓഫ് ദ പീപ്പിൾ ഹൈലി 35 to 55 ഇയേഴ്സ് ഓഫ് ഏജ് ഓക്കെ HNI പ്രോഡക്റ്റുകൾക്ക്. സോ ഐ തിങ്ക് സോ ഇറ്റ് മേ ബി എ ഗുഡ് കൺസിഡറേഷൻ ടു തിങ്ക് ദാറ്റ് ഓൾസോ. ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്ത ഇതിന്റെ കൂടെ തന്നെ ഐ വുഡ് അപ്രിഷിയേറ്റ് ദാറ്റ് യു ക്യാൻ ആഡ് ദാറ്റ് ഓൾസോ. നിങ്ങളുടെ ആവറേജ് ഓക്കെ ഓർഡർ ഞാൻ വാല്യൂ നെക്സ്റ്റ് ക്യാമ്പിൽ ആവറേജ് ഓർഡർ വാല്യൂസ് മോർ ദാൻ ലൈക്ക് 100 to 500 dirhams. ആ ഒരു ബേസ് പ്രൈസ് ആണെങ്കിൽ ഐ വുഡ് അപ്രിഷിയേറ്റ് ദാറ്റ് യു ക്യാൻ ആഡ് ദാറ്റ്. അതിന്റെ താഴെയാണെങ്കിൽ വേണ്ട, ഐ വുഡ് നോട്ട് അപ്രിഷിയേറ്റ്. അതിന്റെ കൂടെ ആണെങ്കിൽ HNI എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ പോയിന്റ് അവിടെ ആഡ് ചെയ്തതാണ്. HNI ഓക്കെ എന്ന ഓക്കെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ബട്ട് ഐ വുഡ് അപ്രിഷിയേറ്റ് യു ക്യാൻ ട്രൈ ദാറ്റ് ഓൾസോ. ഓക്കെ ട്രൈ ചെയ്യാം. ഓക്കെ ഇപ്പോൾ ഓക്കെ, നമ്മൾ താങ്ക് യു. ഓഡിയൻസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാംഗ്വേജസ് ഒരു മേജർ ഫാക്ട് ആണ്. ഇപ്പോ മേജർലി UAE പോലുള്ള ലൊക്കേഷൻ ഒരു 200+ കൺട്രീസിലെ ആൾക്കാർ റിസൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഇവിടെ എപ്പോഴും എന്താ ലാംഗ്വേജ് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ബ്രാൻഡ് ഇംഗ്ലീഷ്, അറബിക്ക്, മേജർലി ഈ ഞാൻ പറഞ്ഞ HNI ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണെങ്കിൽ ഈ 2 ലാംഗ്വേജ് മാത്രമേ സെറ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എന്താ ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിൻ ഈ നമ്മുടെ കണ്ടന്റുകളായിട്ട് കുറേയും കൂടെ മിങ്കിൾ ആവാൻ പോകുന്ന അല്ലെങ്കിൽ എൻഗേജ്മെന്റ് വരാൻ പോകുന്നത് ഈ ഫിലിപ്പീനികൾ, പാകിസ്ഥാനികൾ പോലുള്ള ആൾക്കാർ കുറേയും കൂടെ കണ്ടന്റുകളായിട്ട് എൻഗേജ്ഡ് വരും. ബട്ട് നമുക്ക് അൺവാണ്ടഡ് ഓഡിയൻസിലേക്ക് ഈ സാധനം ചില സമയത്ത് പുഷ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ലാംഗ്വേജസ് സെറ്റ് ചെയ്യുമ്പോൾ അറബിക്കും ഇംഗ്ലീഷും സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ് കുറേയും കൂടെ എന്താ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ മലയാളം, തെലുങ്ക്, തമിഴ് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ ബ്രാൻഡുകൾ ഇപ്പോൾ മലയാളം ബ്രാൻഡുകൾ അവിടെ ചെയ്യുന്നുണ്ട്, കേരള ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ അവര് പ്യുവർലി മലയാളം മാത്രമായിരിക്കും ലാംഗ്വേജ് സെറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ എൻഗേജ്മെന്റും കൺവേർഷനും ഒക്കെ വരുന്ന ബ്രാൻഡുകൾ ഉണ്ട് അവിടെ. ഞാൻ ഇവിടെ ഹൈ സ്പെൻഡിങ് പവർ കൊടുക്കുന്നില്ല, ഓൾ മാത്രമാണ് കൊടുക്കുന്നത്. നമുക്ക് ഓഡിയൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് നോർമലി തന്നെ ഞാനിപ്പോ ഒരു HNI ഓഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ഒരു കാറ്റഗറി ഓഫ് സാധനങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പാരൽസ് ആൻഡ് ആക്സസറീസ്, ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നു. ടെക് ആൻഡ് ഇലക്ട്രോണിക്സ്, ട്രാവല്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, നമ്മൾ ആ ഒരു ഓഡിയൻസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട അത്രയും ഞാൻ കുറെ കൂടെ അപ്പാരലാണ് ഇവിടെ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു മേജർ കാറ്റഗറി ഞാൻ അവിടെ ഇൻട്രസ്റ്റ് ബേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി ക്യാപ്പ് സെറ്റ് ചെയ്യാം. ഞാൻ മേജർലി 7 ഡേയ്സിൽ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം ആഡ് ഫാറ്റിക്കിലേക്കും അല്ലെങ്കിൽ CPM കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി നോ മോർ ദാൻ 3 times എവറി 7 days ഈ ഓപ്ഷൻ തന്നെയാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. ഞാനൊരു കസ്റ്റം ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. ജസ്റ്റ് അതിവിടെ ഐഡന്റിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, മാർവ് എന്ന് പറഞ്ഞിട്ട്.
ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മൾ സ്പാർക്ക് കാർഡുകൾ ഡെലിവർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ടിക്ടോക്കിന്റെ അക്കൗണ്ട് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ സ്പാർക്ക് കാർഡുകൾ നമ്മൾ ഓർഗാനിക്കലി നമ്മൾ പുഷ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഇവിടെ വരണമെങ്കിൽ സ്പാർക്ക് കാർഡുകൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് കമന്റുകളും ഷെയറും പുഷ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ വരുന്നില്ല. എനിക്കിവിടെ അക്കൗണ്ടേ കണക്ട് ചെയ്തിട്ടില്ല, അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അഭിനവ് സലീം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അല്ല, അഭിഷേക്, സോറി, അഭിനവ് ലൈനില്ലേ? ഈ സ്പാർക്ക് കാർഡ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ക്ലാരിറ്റി ഒന്നും കൂടെ. സ്പാർക്ക് കാർഡ്സ് വോയിസേ ക്ലിയർ അല്ല. സ്പാർക്ക് കാർഡ് എന്താന്നുള്ളതാണ് അഭിഷേക് ചോദിച്ചത്. സ്പാർക്ക് കാർഡ് എന്താണോ? അതൊരു നെഗറ്റീവ്, അതായത് നമ്മൾ ഓർഗാനിക്കലി ഓൾറെഡി ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റിനെ നമ്മൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെയാണ് ഈ സ്പാർക്ക് കാർഡ് എന്ന് പറയുന്നത്. അത് ഒന്നില്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ അക്കൗണ്ടിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സിസ്റ്റിംഗ് ആയ ഒരു ഓർഗാനിക് കണ്ടന്റ് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെ പുഷ് ചെയ്യുക, അതിനെയാണ് സ്പാർക്ക് കാർഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മൾ എന്താ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പുഷ് ഡാർക്ക് പോസ്റ്റ് അല്ലാണ്ട് ചെയ്യുന്ന ക്യാമ്പയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പുഷ് ചെയ്യുന്നു, അതിനെയാണ് സ്പാർക്ക് കാർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, AI ജനറേറ്റഡ് ടെസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടിക്ടോക്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ മോഡലാണോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ കണ്ടന്റുകളായിരിക്കും മോഷൻസ് വീഡിയോസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് പാസിംഗ് ആണ്, കുറച്ചും കൂടി ആ ഒരു ജെൻസി, ആ ഒരു വുമൻ ഫീമെയിൽ ഓഡിയൻസ് വർക്ക്ഔട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് എങ്ങനെയാണോ മെറ്റീരിയൽ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ജസ്റ്റ് എന്നിട്ട് പബ്ലിഷുകൾ കൊടുത്താൽ മതി ക്യാമ്പയിൻ. ഇതിനകത്ത് മേജർലി നമ്മൾ മെട്രിക്സുകൾ അവയർനെസ് ലെവലിൽ ചെക്ക് ചെയ്യുന്നത് CPM ആയിരിക്കും ഏറ്റവും കൂടുതൽ വലിയ KPI ആയിട്ട് മെഷർ ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ ടിക്ടോക്കിന്റെ നെക്സ്റ്റ് ഒരു ആർട്ട് ഫോർമാറ്റ് ആണ്. മേജർലി ഇതിനകത്ത് ടിക്ടോക്കിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. സെയിൽസ് ക്യാമ്പയിൻസ് ആണ് ഞാൻ കൂടുതലും വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആപ്പ് പ്രൊമോഷൻ ആപ്പുകൾ വർക്ക്ഔട്ട് ചെയ്യും. കൂടുതലും ഡേറ്റിംഗ് ആപ്പുകളും ഗെയിമിംഗ് ആപ്പുകളാണ് GCC കൺട്രീസിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്.
ലേറ്റസ്റ്റ് ആയിട്ട് കേരള ബേസ് ചെയ്തിട്ട് വരുന്നൊരു ഡേറ്റിംഗ് ആപ്പ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസിനെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്തത്. നല്ല രീതിയിൽ ആപ്പ് ഇൻസ്റ്റാൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ആപ്പ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ദേ ആർ എക്സ്പെക്ടിങ് സം ബിഗ് ആപ്പ് ഇൻസ്റ്റാളേഷൻ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. കറന്റ്ലി അവർ മാർക്കറ്റിൽ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ ഇൻസ്റ്റലേഷൻ ഫസ്റ്റ് 1 വീക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ മലയാളി ഓഡിയൻസ് എനിക്ക് തോന്നുന്നു, ഞാൻ പലരോടും ചോദിക്കുമ്പോൾ ഇൻസ്റ്റ പോലെ തന്നെ GCC ചെന്ന് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവരാണ് പലരും തന്നെ. നെക്സ്റ്റ് തിങ് ട്രാഫിക് ആൻഡ് വീഡിയോ വ്യൂസ് ആണ്. നമുക്ക് ഇതിനകത്ത് ട്രാഫിക് ഒരെണ്ണം ചെയ്തു നോക്കാം. നമുക്ക് വെബ്സൈറ്റിലേക്കും ആപ്പിലേക്കും ട്രാഫിക് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് തന്നെ ആയിരിക്കും ട്രാഫിക് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ വെബ്സൈറ്റിലേക്ക് ചെയ്യാൻ നേരത്ത് പിക്സൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ ഇവിടെ ആപ്പ് ഞാൻ ഇവിടെ കൺട്രി മാറ്റി ചോദിക്കാം. കുറെ പേര് ഇത് ചോദിച്ചു ആരൊക്കെയോ നമുക്ക് വേറെ കൺട്രീസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി പറ്റും. ഞാൻ UK നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യാമ്പയിൻസ് ചെയ്യാൻ നേരത്ത് ഒന്നില്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെന്റ് ആഡ് സെറ്റിലായിരിക്കും അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ആഡ് സെറ്റിൽ തന്നെ പല കൺട്രീസിനെ ടാർഗറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാറില്ല. എനിക്കൊന്ന് മെറ്റീരിയൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ആ റൂൾ തന്നെയാണ് ഇവിടെ. കാരണം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പെർഫോമൻസ് ഒട്ടും ഉണ്ടാവാറില്ല. കാരണം ഇത് അവിടെയും ഇവിടെയും സിസ്റ്റം പുഷ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് പോകാറില്ല. അപ്പോൾ ഓരോ കൺട്രീസ് ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഡിഫറെന്റ് സെപ്പറേറ്റ് ആഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്രോച്ച്. ഓക്കെ, UK സെറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ഫീമെയിൽ ഓഡിയൻസിനെ സെറ്റ് ചെയ്യാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ പുഷ് ചെയ്യാം. ഇത് HFSS പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ്. ഇത് ലേറ്റസ്റ്റ് വന്നൊരു ഇതാണ്. നമ്മൾ ഈ ഹൈലി എന്താ ഫാറ്റ്, സോൾട്ട്, ഷുഗർ, ഇത് ഹെൽത്ത് കൺസേൺ കുറച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ്. ഇപ്പൊ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ പോപ്കോൺസ് ബട്ടർ ഇട്ട് ഫ്രൈ ചെയ്തിരിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ഹൈ ആയിട്ട് സോൾട്ട് ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണെങ്കിൽ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ക്യാമ്പയിൻ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്യാമ്പയിൻ ഫസ്റ്റ് റൺ ആവുന്നുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ ക്യാമ്പയിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് പുഷ് ആവുന്നുണ്ട്. പക്ഷെ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 1 ഡേ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 12 hours കഴിയുമ്പോൾ തന്നെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്തിട്ട് ക്യാമ്പയിൻസ് സ്റ്റോപ്പ് ചെയ്യും. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ ക്യാമ്പയിൻ ഫുഡ് പ്രൊഡക്റ്റിന്റെ പലതും ഇങ്ങനത്തെ കാറ്റഗറിയിലാണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഇപ്പൊ ഫീമെയിൽ ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, ബ്യൂട്ടി ഫുഡ് ആൻഡ് ബിവറേജസ്, ഓറൽ കെയർ, ഹെയർ കെയർ, വിഗ് ആൻഡ് സ്റ്റൈലിംഗ്,
കോസ്മെറ്റിക്, ഫെമൈൻ കെയർ, ഇത്രയും പ്രൊഡക്റ്റുകൾ ഇൻട്രസ്റ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ബ്യൂട്ടി ഫീമെയിൽസിനെ ടാർഗറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ടിക്ടോക്കില് ലൈഫ് ടൈം ബഡ്ജറ്റ് വെച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ചില ദിവസങ്ങളിൽ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ ബിഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ചില സമയങ്ങളിൽ മോസ്റ്റ്ലി എനിക്കുണ്ടായ ചിലപ്പോൾ മറ്റാർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഞാൻ കൂടുതലും ലൈഫ് ടൈം ബഡ്ജറ്റ് ഇട്ടിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നല്ല രീതിയിൽ പെർഫോമൻസ് ഡൗൺ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പെർഫോമൻസ് കിട്ടുന്ന ദിവസം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തോട്ടെ, ആ ഒരു മൈൻഡ് സെറ്റില് ഞാൻ എപ്പോഴും ലൈഫ് ടൈം ബഡ്ജറ്റുകളാണ് ഇട്ട് കൊടുക്കാറ്. അവിടെ 458 സ്പെൻഡ് ചെയ്യുന്നു. ഡേറ്റ് ആൻഡ് ടൈം ഒപ്റ്റിമൈസേഷൻ ഗോൾ വേണമെങ്കിൽ നമുക്ക് ലാൻഡിംഗ് പേജ് വ്യൂ ആണ് ഞാൻ വെബ്സൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് തന്നെ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഫോർ ആൻ നെറ്റ് സെല്ലിംഗ് ഓൺലൈൻ കോഴ്സ് വാട്ട് ടൈപ്പ് ഓഫ് ആഡ് വുഡ് യു സജസ്റ്റ്? ട്രാഫിക് ടു വെബ്സൈറ്റ്, അവയർനെസ്, ലീഡ് ജനറേഷൻ, സെയിൽസ്, ക്യാമറ. ടിക്ടോക്കില് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൺവേർഷൻ ചെയ്തിട്ടില്ല. ടെക് ബ്രാൻഡില് ഞാൻ വർക്കും ചെയ്തിട്ടില്ല. ടിക്ടോക്കില് ഞാൻ കൂടുതലും അവയർനെസ് പുഷ് ചെയ്ത് നിങ്ങളൊരു ടെസ്റ്റിംഗ് ഫേസിലേക്ക് മാത്രമേ കൺവേർഷന് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അക്ഷൻ ചെയ്തിട്ടുണ്ടോ? അക്ഷൻ മീറ്റിംഗിലില്ല. അഭിനവ് അക്ഷൻ ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നോ? അക്ഷൻ ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ബ്രോ, ഞാൻ അത് ചെയ്തിട്ടില്ല. ടെക്കിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്പീരിയൻസ് അങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. എന്റെ ഇപ്പൊ കറന്റ് സജഷൻ ഞാൻ ചോദിച്ചാൽ മതി, നമുക്ക് നോക്കിയിട്ട് പറയാം. ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. സോ വി വിൽ ബി ചെക്കിംഗ് ഇറ്റ്, റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോനെ സെറ്റ് ചെയ്യാണ്. ഫീമെയിൽസ് ഓഡിയൻസ് കുറച്ചുകൂടി എൻഗേജ് ആവുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ. കാരണം എൻ്റെ കയ്യിൽ അധികം വീഡിയോസ് ഇല്ല അക്കൗണ്ടില്. കോൾ ടു ആക്ഷൻ വേണമെങ്കിൽ നമുക്ക് എന്താ ഓർഡർ ബുക്ക് നൗ ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം ഇതൊരു ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ബുക്ക് നോ ബട്ടൺ സെറ്റ് ചെയ്യുന്നു. ഇതായിരിക്കും ഇതിന്റെ CPA. എന്റെ വെബ്സൈറ്റിലും URL ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ വെബ്സൈറ്റ് കൊടുക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ട്രാഫിക് ക്യാമ്പയിൻ പുഷ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ക്ലാസ് ആയതുകൊണ്ടാണ് കുറേ കൂടെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇൻഡെപ്ത് പോവാത്തത്. കാരണം ഇത് എങ്ങനെയാണ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്തുന്നത് ഈ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ്. നമ്മൾ നെക്സ്റ്റ് ഒരു സെഷൻ വരുന്നുണ്ട്.
ഇതിന്റെ ഒരു അഡ്വാൻസ് വേർഷൻ മെട്രിക്സുകളും കാര്യങ്ങളും നോക്കി എങ്ങനെ ഡിസൈഡ് ചെയ്യാം, ക്യാമ്പയിൻ എങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ആഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ ഇൻഡസ്ട്രിക്ക് ഏതൊക്കെ മിഷന് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഞങ്ങളൊരു 1 to 2 എപ്പിസോഡ്സ് ക്ലാസ് കൊണ്ടുവരുന്നുണ്ട് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എങ്ങനെ സ്കെയിൽ ചെയ്യാന്നുള്ളത്. അവിടെ ഇന്നിപ്പോ ഞാനും അഭിഷേകും ഒരു ഗ്രോത്ത് മാർക്കറ്റിംഗിന്റെ ഒരു കേസ് സ്റ്റഡി ഡിസ്കഷനിലും കാണലും വരുന്നല്ലേ. അഭിഷേക് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടോ? ഇല്ലേ, ആ കഴിഞ്ഞു. അപ്പോ നമ്മളിവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, ആഡ് റൺ ചെയ്യണതിന്റെ മുന്നേയും അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യണതിന്റെ മുന്നേയും ഇത് ഏത് ICPക്കാ കൊടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആരും സ്പെസിഫൈ ചെയ്യാറില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് അതിനൊരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. ഇവിടെ എത്ര ആൾക്കാർ അത് ചെയ്യുന്നവരുണ്ട് എന്നൊന്ന് പറഞ്ഞുതരൂ. കറക്റ്റ് ഒരു ആഡ് റൺ ചെയ്യണതിന്റെ മുന്നേ ആ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഇൻപുട്സ് എടുത്ത് ആ ഇൻപുട്ട് അതിലേക്ക് ഇൻപുട്ട് ചെയ്തു, സ്ട്രക്ചർ ഉണ്ടാക്കി, എന്നിട്ട് അത് ChatGPTക്ക് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് ഇന്ന ക്യാമ്പയിൻ ഇന്ന ആൾക്കാർക്ക് ഇത്ര ബഡ്ജറ്റിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ആരും ഹാൻഡ് റൈസ് ചെയ്യാത്ത സ്ഥിതിക്ക് ആ കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം കോർപ്പറേറ്റ് ലെവൽ അഡ്വർടൈസ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്ന പോയിന്റ് അതാണ്. വളരെ കൃത്യമായ രൂപത്തിൽ അത് എവിടെ അഡ്വാൻസ്ഡ് ഡേറ്റ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കണം, എവിടെയാണ് ഡേറ്റകൾ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് മാർക്കറ്റിനെ പഠിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറൌണ്ട് 13 to 15 മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ആ മെട്രിക്സ് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്തൊരു എക്സൽ ഷീറ്റ് ആക്കി ആ എക്സൽ ഷീറ്റ് എടുത്ത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഏത് തരം അഡ്വർടൈസ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് 4 സ്റ്റേജ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. ഒന്നാമത്തത് പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻസ് എന്ന് പറയും. പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻസ് കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റിംഗ് ക്യാമ്പയിൻസ് എന്ന് പറയും, എസ്റ്റാബ്ലിഷ്മെന്റ് ക്യാമ്പയിൻസ് എന്ന് പറയും, സ്കെയിലിംഗ് ക്യാമ്പയിൻസ് എന്ന് പറയും, ടിയർ ഡൗൺ ക്യാമ്പയിൻസ് എന്ന് പറയും. അങ്ങനെ 5 ടൈപ്പ് ക്യാമ്പയിനുകളുണ്ട്. ഈ 5 ടൈപ്പ് ക്യാമ്പയിനുകൾ ഇങ്ങനത്തെ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതാണ് ശരിക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ പോയാൽ മാത്രമേ കോർപ്പറേറ്റ് കമ്പനികളിൽ ഇപ്പൊ അഭിഷേകൊക്കെ ചെയ്യുന്നത് ആ രൂപത്തിലാണ്. കാരണം ഞാനും അഭിഷേകും തമ്മിൽ എനിക്ക് തോന്നുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 1 to 2 hours ഡെയിലി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് അങ്ങനെ ചെയ്തു അങ്ങനെ പഠിക്കുന്നതിന്റെ ഒരു ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളിപ്പോൾ അതിന്റെ അത്രയും ഇൻഡെപ്തിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ആ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമാണ് ഏത് തരം പ്ലാറ്റ്ഫോം എവിടെ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ച ഒരു HFSS എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ കുറിച്ച് കണ്ടു. അപ്പൊ അത് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങത്തോളം കമ്പനികൾ ഇപ്പൊ മെറ്റയിലും അങ്ങനത്തെ പോളിസികളുണ്ട്. ഇന്റർനാഷണൽ അഡ്വർടൈസ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡ് വെച്ചിട്ട് കൃത്യമായിട്ട് വേറെ ഇന്ന തരം അഡ്വർടൈസ്മെന്റുകൾ കൂടുതൽ പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അത് വേറെ നോട്ടീസബിൾ ആണ്. അതിനാണ് അവർ അങ്ങനത്തെ ഒരു പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ഓരോ കൺസെപ്റ്റുകളും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും മീഡിയ പ്ലാനിങ്ങും മീഡിയ ബൈയിങ്ങും അറിയണം. അപ്പൊ അത് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ട്. ഒരു 1 to 2 to 3 സെഷൻസ് എന്തായാലും അതിന് വേണ്ടി വരും. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ അത്രയും പെയിൻസ്റ്റേക്കിംഗ് എഫേർട്ട് ഇതിന്റെ ബാക്കിൽ ഇടുന്നുണ്ട്. സോ വെൻ യു പീപ്പിൾ നമ്മുടെ പേജുകളിലൊക്കെ എൻഗേജ്മെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒരു ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങളൊരു അറബിയുടെ മുന്നിലൊക്കെയാണ് ഇന്റർവ്യൂ ഇരിക്കുന്നത്, അല്ലെങ്കിൽ UK-കാരന്റെ മുന്നിലൊക്കെയാണ് ഇന്റർവ്യൂ ഇരിക്കുന്നത് വെച്ചാൽ അവൻ ചോദിക്കാൻ പോണത് ഈ രീതിയിലായിരിക്കും. നീ എങ്ങനെ മീഡിയ പ്ലാനിങ് ചെയ്തിക്കണം, നീ എങ്ങനെ മീഡിയ ബൈങ് ചെയ്തിക്കണം, ഏതൊക്കെ പ്ലാറ്റ്ഫോം നീ ഉപയോഗിച്ചിട്ടുണ്ട്, ഏത് ടൈപ്പ് ക്യാമ്പയിനാണ് നീ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ആഡ് ഇൻവെന്ററി നീ എടുത്തിട്ടുണ്ടായിരുന്നോ, ഇവിടെയൊക്കെ നിനക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണ്, നിനക്ക് എങ്ങനെ CPM കോസ്റ്റ് താഴെ കൊണ്ടുവരാൻ പറ്റി, നിനക്ക് CTR എങ്ങനെ ഇൻക്രീസ് ചെയ്തു, ഇൻഡസ്ട്രി ആവറേജ് എത്രയാണ്. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമുക്ക് മിസൈൽ വർഷിക്കണ പോലെ പടപടപടാച്ചിട്ട് നമ്മളെ കയ്യിൽ ആൻസർ വേണം. ആൻസർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ സ്നാപ്പ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തന്നതും ഇന്ന് ടിക്ടോക്ക് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പരിചയപ്പെടുത്തി തന്നു. ഇനി ഇതിൽ നിന്ന് നമ്മളെ ഡിജിറ്റൽ ബൈറ്റ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹബും DMC ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് ഒരു പോൾസ് ഇട്ടിട്ട് അതിൽ നിന്ന് എക്സ്പേർട്ടായിട്ട് നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് കോഹോർട്ട് ഇതിൽ നിന്ന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ കോഹോർട്ടും ഇതിന്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ഈ ഐഡന്റിക്കൽ കോഹോർട്ട് ഉണ്ട്, ഏതൊക്കെ സിമിലർ ഡിസൈഡന്റിക്കൽ കോഹോർട്ട് ഉണ്ട്, ഇതൊക്കെ ഡിസൈൻ ചെയ്തെടുക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കൊരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ട്രാഫിക്
ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇതാണ് കമ്പനികൾ ടെസ്റ്റ് ചെയ്യണത്. നിങ്ങൾക്ക് മനസ്സിലായോ? കമ്പനികൾ ഇങ്ങനത്തെ ഐഡിയ എടുത്തിട്ടാണ് അവർ ഈ പറയുന്ന മാർക്കറ്റിംഗ് മെഷർമെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ ഡേറ്റ കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യണത്. അവരിങ്ങനത്തെ ക്യാമ്പയിൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ മുന്നിൽ ഇട്ട് തരുന്നത്. ഇന്ന ക്യാമ്പയിൻ നിങ്ങൾ റൺ ചെയ്തോളിയും എന്ന രീതിയിൽ ഇന്ന ക്യാമ്പയിൻ നിങ്ങൾക്ക് റൺ ചെയ്യാം. കാരണം അവർക്ക് ഒരു ഇൻവെന്ററി വേണം, ഒരു യൂസർ ബേസ് അവിടെ വേണം, ഡേറ്റ പോയിന്റുകൾ വേണം. ഇതിനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയാണ്. നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ടാണ് അവരത് വാല്യൂ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ അത് എത്രത്തോളം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഡെഫിനറ്റ്ലി വി വിൽ ഹെൽപ്പ് യു ബാക്ക്. അത് അറിയാലോ, ജൂൺ 2023 മുതൽ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് മുന്നോട്ട് പോണതാണ്. ഇപ്പോൾ ജൂൺ 2025 ആവാണ് ഇനി ആകെയുള്ളതൊരു മാസമാണ്. സോ ഓൾമോസ്റ്റ് 48 months നമുക്ക് അങ്ങനത്തെ ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ത്രൂ മെനി ഗ്രൂപ്പ്സ്. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെവൽ തോട്ട് പ്രോസസ്സ് നമ്മൾ കൊണ്ടുവരണം. അടുത്ത ലെവൽ തോട്ട് പ്രോസസ്സ് നമുക്ക് അത്രയും ഇൻറ്ററാക്റ്റീവായ അത്രയും ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ കുറേ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട്. പക്ഷെ ആരും അത് ആൻസർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ആ നോളജ് ഒരു വാല്യൂ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇംബൈബ് ചെയ്തെടുക്കാൻ ശ്രമിക്കില്ല, ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് വിജയിച്ചെടുക്കാൻ പറ്റില്ല. അഭിഷേകിന് ഇവിടെ എന്താ പോയിന്റ് പറയാനുള്ളത്? അത് വലിയൊരു പോയിന്റ് ആണ്. കാരണം ഞാൻ സാർ ലാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ലാസ്റ്റ് ജൂലൈയിൽ ഒരു US ബേസ് ചെയ്ത് പ്യുവർലി പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്ന ഒരു സാസ് ബ്രാൻഡിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. കാരണം ഞാൻ എന്റെ ഫസ്റ്റ് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം 1.5 മണിക്കൂറോളം ഇന്റർവ്യൂവിൽ ഞാൻ ഇന്ന് ഒരു അക്ഷരം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പുറത്തെ സൈഡില് ലാസ്റ്റ് 1 വർഷം മുമ്പ് ഡെൻസുവിന്റെ 8 ഇന്റർവ്യൂ ഞാൻ ക്രാക്ക് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടാ. പക്ഷെ ഇപ്പുറത്ത് വന്നിട്ട് ഒരു സാസ് പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ് US ബ്രാൻഡ് കമ്പനി എന്നോട് വന്നിരുന്ന ക്വസ്റ്റ്യനുകൾ ചോദിച്ചപ്പോ ഞാൻ ജസ്റ്റ് അവിടെ ഒന്നും മിണ്ടില്ല. എനിക്ക് ഒരു ആൻസർ പോലും പറയാമല്ല. 1.5 മണിക്കൂർ ഞാൻ അവിടെ പ്രോഗ്രാം കണ്ടപ്പോൾ ശ്രദ്ധിച്ചില്ലേ നീ? നമ്മളിപ്പോ നേരത്തെ ഇതിലേക്ക് കയറുന്നതിന്റെ മുന്നേ ആ പ്രോഗ്രാം, ആ ഒരു ക്യാപ്സ് പ്രോജക്ട് കണ്ടപ്പോൾ നമ്മളത് കണ്ടില്ലേ? എത്ര സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവർ ആ ക്വസ്റ്റ്യനെ റിഫൈൻ ചെയ്തെടുക്കുന്നത്, എത്രത്തോളം മൊഡ്യൂളുകൾ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ അവർ തോട്ട് പ്രോസസ്സിനെ അവർ ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ക്ലോസ് ബോണ്ടഡ് ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ബേസിക് ആണ്. വളരെ ബേസിക്കായ ചോദ്യങ്ങൾ ചോദിച്ചോളി, അത് കുഴപ്പമില്ല. പക്ഷെ അവിടെ കുറച്ച് കിറുക്കൻ ചോദ്യങ്ങൾ ഇതിൻ്റെ കൂടെ വരണം. അങ്ങനത്തെ എക്സ്പേർട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ മാത്രമേ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അത്രയും വാല്യൂ കൊണ്ടുവരാൻ പറ്റുള്ളൂ, പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ, പ്രത്യേകിച്ച് ഇതിലെ യങ്സ്റ്റേഴ്സ് നല്ല ശ്രദ്ധിക്കണം. യു പീപ്പിൾ ഷുഡ് തിങ്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ. അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ ഇന്റർവ്യൂവിന് പോണ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മാർക്കറ്റിംഗ് പോട്ടെ, അത് പിന്നെ വേറെ തന്നെ ഒരു വലിയ ലോകമാണ്. അത് വിട്ടാളെ. അത് ഇന്നെപ്പോലത്തെ ആൾക്കാരെ ഇപ്പോൾ പിടിച്ചാൽ കിട്ടണില്ല. കാരണം എന്താ വെച്ചാൽ അത് അത്രത്തോളം കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മൾ ആഡ്സിന്റെ പെർസ്പെക്റ്റീവ് മാത്രം പിടിക്കുക. അതാണെങ്കിൽ തന്നെ നമ്മളിതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട്, ഇതിനൊക്കെ ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിം വെച്ച് നമ്മൾ ഓരോന്നും ഡിവൈഡ് ചെയ്താൽ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻഡിലുള്ള ഇംപ്ലിമെന്റേഷൻ ഇറ്റ്സ് വെരി ഈസി, വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്നത് ഉപയോഗിക്കാം. ആ ഡേറ്റ വരെ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും. ഇവിടെ ഞാനിനി വേറൊരു തമാശക്കൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ആഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊരു 3 മാസത്തെ മീഡിയ പ്ലാനും മീഡിയ ബൈങ് ഒക്കെ ചെയ്തു വെക്കാറുണ്ടോ? ഇനി പോട്ടെ, 3 മാസം പോട്ടെ, 1 മാസത്തെ മീഡിയ പ്ലാനിങ്ങും മീഡിയ ബൈങ്ങും ചെയ്തു വെക്കാറുണ്ടോ? ഒരു 2 കോടി 3 കോടിയൊക്കെ ആഡ് ഇൻവെന്ററി, ആഡ് സ്പെൻഡ് വർഷത്തിലുള്ള ഏകദേശം 30 to 50 lakhs ആഡ് സ്പെൻഡ് ഉള്ള കമ്പനികളിലെ ആൾക്കാർ വരെ നമ്മുടെ ഇപ്പം ചർച്ചയിലുണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു മീഡിയ പ്ലാനിങ്, മീഡിയ ബൈങ് എങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കണം എന്നുള്ളത്, ജോബ് ടു ബി ഡൺ എന്ന രീതിയിൽ ട്രാക്ക് ചെയ്ത് വെക്കണം എന്നുള്ള സിസ്റ്റങ്ങൾ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഇത് ബഡായി ആയിട്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ആ ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ UAE പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 20,000 dirhams മാസം സാലറി കിട്ടും. അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 20 to 25 പാക്കേജിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. അത് പറ്റാത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ പറയുന്ന സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവാത്തതാണ്. അപ്പം ഇതൊക്കെ ഞങ്ങൾ ത്രൂ ഡിസ്കഷൻസ്, ത്രൂ കോഴ്സുകൾ പഠിച്ചുണ്ടാക്കിയതാണ്. പിന്നെ കുറേ പീർ ഗ്രൂപ്പ്സ് ഉണ്ട്, ആ ഗ്രൂപ്പുകളിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയതാണ്.
അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളിലും ആ സിസ്റ്റം വരണം. അത് വന്നാൽ ഈ കമ്മ്യൂണിറ്റികൾ ഇതിനെടുക്കുന്ന പെയിൻ സ്റ്റേക്ക് ഉണ്ടല്ലോ, ഇതിനുള്ള വേദന ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിറ്റി കൊണ്ടിരിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാലത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. പക്ഷെ ഇതിനെടുത്തിരിക്കുന്ന പെയിൻ സ്റ്റേക്കിംഗ്, ആ എഫേർട്ടിനുള്ള റിവാർഡ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ വെൻ യു പീപ്പിൾ എംപവർ യുവർ സെൽഫ് വിത്ത് ദിസ് നോളജ്. അപ്പൊ എനിക്കിന്ന് വേണ്ടി ഒരു പോയിന്റ് എന്താ വെച്ചാൽ നിങ്ങൾ അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് ഇന്ന് മുതൽ എടുക്കണം. കാരണം നിങ്ങൾക്കറിയാം ഇപ്പൊ സാധാരണ ചെയ്യുന്ന ആഡ് കലാപരിപാടികളൊക്കെ ഇറ്റ്സ് ഗോയിങ് ടു സീസ് വെരി സൂൺ. ഞാൻ മാക്സിമം അതിന് കാണുന്ന ആദ്യത്തെ ഫെബ്രുവരി 2026, ജനുവരി 2026 അതിൻ്റെ ഉള്ളിൽ ഓട്ടോമേഷൻസിന്റെ ബഹളം ഇവിടെ വന്നിരിക്കും. ഈ വരുന്ന സമയത്ത് ഒരു SMBയിൽ പെട്ട് അല്ലെങ്കിൽ ഒരു MSMEയിൽ പെട്ട് ആഡ് സ്പെൻഡ് ഓഫ് അറൌണ്ട് ക്ലോസ് ടു 50,000 to 1 lakh പെർ മന്ത്, ഇതൊക്കെ ഓട്ടോമേറ്റഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലേക്ക് എത്താനുള്ള വാതിൽ തുറക്കും. ഞാൻ പറഞ്ഞത് ഫുള്ള് ഫ്ലറിഷ് ആവുന്നല്ല, അത് വാതിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഇവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഓൾ ആർ ഗോയിങ് ടു ബി ഇൻ ഹോട്ട് സൂപ്പ്. നമ്മളെല്ലാവരും ചുടുവെള്ളത്തിൽ വീഴും. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാ പ്ലീസ് 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 ഈ എടുക്കുന്ന പ്രോസസ്സ് നിങ്ങളെ കമ്പനികളിലും നിങ്ങളെ നോളജ് ബേസിലും നിങ്ങളെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിലും നിങ്ങളെ സ്ട്രക്ചേർഡ് അപ്രോച്ചിലും നിങ്ങൾ കൊടുന്നേ പറ്റൂ. നിങ്ങളെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല ഈ ഫീൽഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ. അത് SEOന്റെ കാര്യമാണെങ്കിലും നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ വൺ ഓഫ് ദ സീനിയർ മെന്റർ ശ്യാം സാർ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞു തുടങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ദാറ്റ് ഇൻഡസ്ട്രി ഈസ് ഇവോൾവിങ്. അവിടെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഹാവ് ടു അഡാപ്റ്റ് ടു ദാറ്റ് ചേഞ്ച്. ഇന്ന് അതാണ്, ഇന്ന് എല്ലാം എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മെത്തേഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് മൈ ഡിയർ സ്റ്റുഡൻസ് ഓർ മൈ ഡിയർ കൊളീഗ്സ് ഹു ആർ ഇൻ ദ ഗ്രൂപ്പ്സ്, പ്ലീസ് നിങ്ങൾ റിഫോർം ചെയ്യാൻ തയ്യാറായിക്കോളി. സോ ഐ തിങ്ക് സോ. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ അഭിഷേക് ഓൺ ദിസ് തിങ്? ഇല്ല സാർ, നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സെഷൻ വെക്കാം. നല്ലൊരു പേര് ബഡ്ജറ്റ് ഉള്ള ഒരു അക്കൗണ്ട് കാണിച്ചിട്ട്. കാരണം ഞാൻ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്, പ്ലീസ് ടെൽ മീ. ഇതിൽ ആഡ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹൗ മെനി ഓഫ് യു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ്? വളരെ കൃത്യമായ രൂപത്തിൽ വി വിൽ ബി ബ്രിങ്ങിങ് എ പ്രോഗ്രാം. ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുവന്നൊന്നും പറയുന്നില്ല, ബട്ട് ദിസ് മന്ത് ഇറ്റ്സെൽഫ് വി വിൽ ബ്രിങ് എ പ്രോഗ്രാം ഓഫ് ദാറ്റ് സോർട്ട്. ഒരു പ്രോഗ്രാം ഞങ്ങൾ കൊണ്ടുവരും. ഹൗ ടു ആ പറയുന്ന കൃത്യമായ ഫാക്ടറിൽ എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്നേ പറ്റൂ. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇത് കുളാവും, ഉറപ്പായിട്ടും കുളാവും. അത് ആഡ് ഓൺ ചെയ്യാനുണ്ട്. കാരണം നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UAE-ലോ വേൾഡ് വൈഡ് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം കേരളത്തില് ഒരു മലപ്പുറംകാരൻ പയ്യൻ ലാസ്റ്റ് വീക്ക് കുവൈറ്റിലെ ഒരു കമ്പനിയിൽ ഫസ്റ്റ് ജോബാണ് അവന്റെ സാലറി 600 കുവൈറ്റ് ദിനാറാണ്. അതായത് ഇന്ത്യൻ മണി 1.5 ലക്ഷത്തിന് മുകളിൽ പോകും. അപ്പൊ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക, 21 വയസ്സുള്ളൂ, +2 വരെ ആള് പഠിച്ചിട്ടുള്ളൂ. ആള് പ്യുവർലി സ്നാപ്ചാറ്റിലാട്ടോ, ടിക്ടോക്കിലല്ല. സ്നാപ്ചാറ്റ് ആഡ്സ് മാനേജർ, പെയ്ഡ് ആഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പോയതാണ് അവിടെ. ഫസ്റ്റ് ജോബാണ് ആളുടെ. അത്രയും സാലറി കിട്ടുന്നുണ്ട്. വേൾഡ് വൈഡിൽ നമുക്ക് അത്രയും സർക്കിളില് അഭിഷേക്, ഞാൻ എന്റെ സർക്കിളില് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള പിള്ളേരെ 2 to 3 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരുത്തൻ, എന്റെ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്ന കാലത്ത് വർക്ക് ചെയ്യുന്ന, ഹീസ് ഏർണിംഗ് അറൌണ്ട് 27,000 dirhams പെർ മന്ത് റൈറ്റ് നൗ. പിന്നെ ഈ മീഡിയ പ്ലാനിങ്, മീഡിയ ബയേഴ്സിന് എനിക്കറിയാം, ദേ ആർ ഗെറ്റിംഗ് ക്ലോസ് ടു 20 to 25 പെർ മന്ത്. ഇത് പടായി അടിക്കണതല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ രീതിയിൽ ആ സ്ട്രക്ചേർഡ് അപ്രോച്ച് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ. സോ വാട്ട് ഈസ് യുവർ പെയിൻ പോയിന്റ് ടു നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ഇൻട്രസ്റ്റ്? ഇത് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 2 വർഷത്തോളം നിങ്ങൾ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്തു, കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് കൊണ്ടുപോയി. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് ചിന്തിച്ചേ പറ്റൂ. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ ഭാവി. ഞങ്ങൾക്ക് അതിലും ഒന്നും കിട്ടാനില്ല. നിങ്ങൾ സുലൈമാനി മേടിച്ചെന്നാ കിട്ടിയെന്നല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചേഞ്ച് ചെയ്യണം. നിങ്ങളെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് വരണം. ഞാൻ ആ ട്രാക്ക് എനിക്ക് മാറ്റിയേ പറ്റൂ, ആ സിസ്റ്റം എനിക്ക് മാറ്റിയേ പറ്റൂ. ലോകത്ത് എന്താണോ ആൾക്കാർ കൊണ്ടുവരുന്നത്, ആ കൊണ്ടുവരുന്ന സിസ്റ്റത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. നോളജ് എനിക്ക് ഉണ്ടാവണം, ഫ്രെയിംവർക്ക്സ് എനിക്ക് അറിയണം, ടച്ച് പോയിന്റുകൾ ഏതൊക്കെയെന്ന് അറിയണം, ഡേറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് കറക്റ്റ് എന്താന്ന് മനസ്സിലാവണം. അവിടെ ബേസിക് ആയിട്ട് ഏതൊക്കെ തരം ഡേറ്റകൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ സാധനത്തിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം ഇന്ന്
പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന അല്ലെങ്കിൽ ഈ ആഡ് ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മിനിമം 50,000 രൂപ ഒരു കോൺഫിഗറേഷൻ ചെയ്തു കൊടുക്കുന്ന മലയാളിനെ എനിക്കറിയാം. അവനൊരു വർക്കാണ് തൊടണമെങ്കിൽ 50 to 70 രൂപ അവൻ്റെ കയ്യിലുണ്ട് വെച്ചു കൊടുക്കണം, 1 to 2 days വർക്ക്. ഇല്ലെങ്കിൽ അവൻ തൊടില്ല. പക്ഷെ കമ്പനികൾ റെഡിയാണത് പേ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഡേറ്റ അത്ര വലുതാണ്. ഇറ്റ്സ് വെരി വാലിഡ്. അപ്പൊ അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു എനർജിയാണ്, ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഒരു 1 million ARR ഉള്ള കമ്പനികളെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നില്ല? അത് പറ്റാത്തതിന്റെ സീസൺ എന്താ വെച്ചാൽ ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ടീമിൽ പെട്ട മെമ്പേഴ്സിനൊന്നും ഈ പറയുന്ന ഒരു ചിന്ത ഉണ്ടാവില്ല. അപ്പൊ നമുക്കെങ്കിലും അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റണ്ടേ? നമ്മളൊരു വളരെ സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ്. നമ്മളെ വാല്യൂ എന്താന്നുള്ളത് ഞാൻ എപ്പോഴും എന്നോട് പറയും, നിങ്ങൾ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിന് വലിയ വില ഒന്നും വെക്കാറില്ല. പക്ഷെ ആൾക്കാർ പറയുമ്പോൾ എനിക്കും തോന്നി തുടങ്ങുന്നുണ്ട് സംതിങ് ഹാസ് ടു. നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ഈ കോൺട്രിബ്യൂഷൻ ഒന്നും പോരാ. ഈ കോൺട്രിബ്യൂഷൻ നിൽക്കാൻ പാടില്ല. അത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വാല്യൂ കുറയും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ചിന്തിക്കുക. റോഷൻ എന്തോ ചോദിച്ചിട്ടുണ്ട്, അഭിഷേകം ഒന്ന് ആൻസർ ചെയ്യൂ. റോഷൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓ സോറി, ബൈ മിസ്റ്റേക്കിലായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ഈ പ്ലാറ്റ്ഫോം അധികം സംസാരിക്കാത്ത എന്താന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം അല്ല ഒരിക്കലും പെർഫോമൻസ് മാർക്കറ്റിംഗ്. പലരുടെയും ധാരണയാണ് പ്ലാറ്റ്ഫോം പഠിച്ച പെർഫോമൻസ് മാർക്കറ്റർ ആയെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് മലയാളികളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട്. ദാറ്റ് ഇഫ് യു സ്റ്റഡി സം പ്ലാറ്റ്ഫോംസ്, ഫേസ്ബുക്കിൽ കുറച്ച് കലാപരിപാടികൾ അറിയാം, അതറിയാം, ഇതറിയാം, പിന്നെ അവന് ഉസ്താദായി. എനിക്കൊരിക്കൽ ചീറ്റിംഗ് കേട്ടിരിക്കണം ഗ്രൂപ്പിൽ നിന്ന്. ഞാൻ നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരുത്തന്നെ കണക്കിന് ചീത്ത അറിഞ്ഞിട്ടുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു ദിശയിലാണ്, അവൻ ചിന്തിക്കുന്ന വേറെ ദിശയിലായതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം കുട്ടികളെ. നിങ്ങളത് അറിഞ്ഞേ പറ്റൂ. ഇനി അതിനുള്ള ഒരു ഇനീഷ്യേഷൻ നിങ്ങൾ എടുക്കണം. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ബാക്കിലുണ്ട്. വി ആർ റെഡി ടു ഹെൽപ്പ് യു. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ബാക്കിലുണ്ട്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ യു ഹാവ് ടു സെഗ്രിഗേറ്റ് ഇറ്റ് ടു എനി പാർട്സ്. എന്നിട്ട് ആ പാർട്ടിൽ നിങ്ങൾ എങ്ങനെ കോർ കോമ്പീറ്റൻസി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്ക്. ഹൗ ടു സ്റ്റാർട്ട്, ഇറ്റ്സ് വെരി ഈസി. ഇപ്പൊ ഈ പറഞ്ഞ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യും. നിങ്ങൾ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് എടുക്കുക, ബെസ്റ്റ് പ്രാക്ടീസ് എന്താ. സ്നാപ്ചാറ്റ് എടുക്കുക, ബെസ്റ്റ് പ്രാക്ടീസ് എന്താ. ഏത് ഓഡിയൻസിനാണ് ഇത് ക്ലിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിന് വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഡാറ്റ വെച്ചില്ലേ. 25% ഓഫ് ദ പീപ്പിൾ ഇൻ 45 to around 63 years of age are engaging with TikTok. So there is an audience. HNI എന്ന് പറഞ്ഞാൽ ഹൈ നെറ്റ് വർത്ത് ഓഡിയൻസ്. ആവറേജ് ഓർഡർ വാല്യൂ എത്രയാണ് ഇന്ന സ്ഥലം. അപ്പൊ നിങ്ങൾ ബെസ്റ്റ് പ്രാക്ടീസുകൾ മാത്രം പഠിക്കുക. ആ ബെസ്റ്റ് പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, ഫ്രീ ഡേറ്റ് ആയിട്ട്. അതിന് പകരം നിങ്ങൾ പൊന്നു സുഹൃത്തുക്കൾ, നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് എൻ്റെ പൈസ കയറണില്ല, എൻ്റെ പൈസ കുറയണില്ല, എനിക്ക് കാർഡ് ആഡ് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് വേറെ കണ്ട് ഓടണില്ല, എനിക്ക് ആഡ് ഇന്ന് ഓഫാക്കിയാൽ ഓൺ ആവണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഓൺ ആവണില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഒന്നും കൂടി റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ വല്ല റെപ്രസെൻറ്റേറ്റീവിനായിട്ടും ചോദിക്കുക. നിങ്ങൾ ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചോളി. ചോദിക്കണോണ്ട് തെറ്റില്ല. പക്ഷെ എന്താ വെച്ചാൽ ചോദിക്കണതിന്റെ ചോദ്യം അതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടി കടുപ്പുള്ള എടുത്ത് മുന്നിൽക്കിടി. കടുപ്പുള്ള ചോദ്യങ്ങൾ ഇടുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോട്ട് പ്രോസസ്സും നമ്മളെ ബ്രെയിനും റീവയർ ചെയ്യും. ഓക്കെ, ഇയാളിട്ട ക്വസ്റ്റ്യന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ആൻസർ ചെയ്യാം, എങ്ങനെയൊക്കെ തോട്ട് പ്രോസസ്സ് എൻ്റെ പോവാം, എനിക്ക് ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ടച്ച് പോയിന്റുകൾ എനിക്ക് ടച്ച് ചെയ്യാം. അത് ആ ബ്രെയിന് നമുക്ക് എല്ലാവർക്കും കിട്ടിയ നമ്മുടെ ഗ്രൂപ്പ് ഭയങ്കര എക്സൈറ്റിംഗ് ആവും. അപ്പൊ നിങ്ങളാണ് അതിന് ഞങ്ങളെ ഫ്രണ്ടിൽ നിന്ന് സഹായിക്കേണ്ടത്. ഇനി ഞങ്ങൾ നിങ്ങളെ സഹായിക്കല്ല വേണ്ടിയത്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിച്ചു തരാൻ പറ്റും. മലയാളത്തിൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികൾ എത്ര ഉണ്ട്? എത്രയോ കമ്മ്യൂണിറ്റികൾ വന്നു പോയിട്ടുണ്ട്, എത്രയോ കമ്മ്യൂണിറ്റികൾ പുറത്തുണ്ട്. പക്ഷെ ഈ ഒരു ക്ലോസ് നിറ്റ് ഏത് കമ്മ്യൂണിറ്റിയിലുള്ളത്? എല്ലാ ഞായറാഴ്ചകളും നമ്മൾ വരുന്നു, ചർച്ചകൾ വെക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ഓരോ പുതിയ ടോപ്പിക് എടുക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അത് നിങ്ങൾ ഇനി ഞങ്ങളെ സഹായിച്ചു തരണം. എന്തായാലും ഈ മാസത്തിൽ ഫസ്റ്റ് 3 പാർട്ട് സീരീസിലെ ഒരു പാർട്ട് ഈ മാസം ഞങ്ങൾ റിലീസ് ചെയ്യും. ഇതേപോലത്തെ ഒരു ചർച്ച
അന്ന് ആഡ്സ് അറിയുന്നവർ വി ആർ വെൽക്കം ടു ജോയിൻ. ഒരു 100 ആളെങ്കിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ. അത് ഫസ്റ്റ് സെഷൻ എന്താണ് നടത്തും. ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ പെയ്ഡ് ആഡ്സ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഓരോരുത്തർക്കും നമുക്കൊരു മിനി പോഡ്കാസ്റ്റ് പോലൊരു സീരീസ് വെച്ചാലോ? നമുക്ക് ഓരോരുത്തരും വെച്ച് ഒരു 2-3 ആൾക്കാരുള്ള ഒരു ഡിസ്കഷൻ ഫോറംസ് വെച്ചാലോ? ഞായറാഴ്ച പോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്യുവർ ഡിസ്കഷൻ ഫോറം, അല്ലാതെ ക്ലാസ് എടുത്ത് കൊടുക്കലല്ല. ഇനി വാദ്യാരി പണി നമുക്ക് നിർത്തുക. വാദ്യാരി പണി നമുക്ക് വേണ്ട. നമുക്ക് അതിന് ഒരു ഡിസ്കഷൻ വെക്കുക, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുക. ഇത് നിങ്ങളെ അപ്രോച്ച് എന്താ, എൻ്റെ അപ്രോച്ച് എന്താ, മറ്റുള്ള അപ്രോച്ച് എന്താ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രെയിനിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻ ചെയ്യുക. അതിന് പകരം വാദ്യാരി പണി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടം വരെ വാദ്യാരി പണി എടുക്കും? അതാണ് മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. മോട്ടിവേഷൻ ട്രെയിനർമാർക്കാണ് ഏറ്റവും കൂടുതൽ കാശ് കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം എന്താ, നമുക്കെന്നും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇവർ കോട്ടിട്ട് വരും, കോട്ടും പാൻറ്റും ഇട്ട് വന്നിട്ട് പിന്നെ എന്താ പറയുക, AC റൂമിൽ വന്നിട്ട് ചാടിയിട്ട് പറയും യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ, എന്ത് ഡു ഇറ്റ്. അപ്പം നമ്മൾ എന്നും പഠിക്കാൻ വേണ്ടി നടക്കല്ല വേണ്ടിയത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോട്ട് പ്രോസസ്സ് നമ്മൾ ഉള്ളിൽ വരണം. അത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എംപവർമെന്റ് കിട്ടും. നമുക്ക് എംപവർമെന്റ് കിട്ടിയ ഏത് പ്രോബ്ലം നമ്മുടെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അഭിനവിനോട് ഞാൻ ഏൽപ്പിക്കുകയാണ്, സെലക്ട് സം പീപ്പിൾ ഫ്രം ദിസ് ഗ്രൂപ്പ് ഹൂ ക്യാൻ ടോക്ക്. എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, 2-3 ആൾക്കാർ ക്യാമറയിൽ ഇരുന്ന് അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ചാനലിടും. അപ്പോൾ ആ തോട്ട് പ്രോസസ്സ് ആൾക്കാർ പഠിക്കട്ടെ. അത് വരണം. അതങ്ങനെ വന്നാൽ മാത്രമാണ് വാല്യൂ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനിത് പറഞ്ഞതിന്റെ റീസൺ എന്താ വെച്ചാൽ, നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് ഞായറാഴ്ച ബിരിയാണി തിന്ന് ഇരിക്കുന്ന സമയത്ത് വെറുതെ വച്ചും വിളി കൂട്ടാനല്ല. പക്ഷെ നമുക്ക് ആ എംപവർമെന്റ് കിട്ടണ്ടേ? നമുക്ക് ആ എംപവർമെന്റ് കിട്ടിയാലല്ലേ നമ്മളെ ഒരു കമ്മ്യൂണിറ്റി പെട്ടപ്പോൾ അഭിനവ് പറഞ്ഞ പോലെ, അഭിഷേക് പറഞ്ഞ പോലെ ഒരു പയ്യൻ, നമുക്കത് വരണ്ടേ? നമ്മളെ ആൾക്കാർ അങ്ങനെ ഓരോ സ്ഥലത്തും പെടണ്ടേ? പെട്ട് കഴിഞ്ഞ് നമുക്ക് അതൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ രക്ഷപ്പെടും. നമ്മൾ മലയാളികളുടെ ഇടയിൽ നമുക്ക് ആ കോൺഫിഡൻസ് വരണം. പബ്ലിസിസ്റ്റ് മീഡിയയിൽ ഞാൻ പബ്ലിസിസ്റ്റ് മീഡിയയുടെ പിന്നെ ഇന്ത്യയിലെ ഒരു ഡയറക്ടറേറ്റ് ഇപ്പോൾ പോഡ്കാസ്റ്റ് അടുത്ത് വരുന്നുണ്ട്. വിത്തിൻ 1 or 2 months ഗാരി വേർണക്കിൻ്റെ ഒരാളായിട്ട് ഞാൻ പോഡ്കാസ്റ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് വിവരമില്ലാത്ത പല കാര്യങ്ങളും ആളോട് ചോദിക്കണം, അയാൾ എന്നോടും ചോദിക്കും. അപ്പം എൻ്റെ ടൈപ്പ് തോട്ട് പ്രോസസ്സ് എന്താ നാളെ അറിയണ്ടേ? അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ആ തോട്ട് പ്രോസസ്സ് നമ്മളിലേക്ക് ഷെയർ ചെയ്താൽ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എനർജി ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം ഇവിടെ വന്നിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഒരു പ്രായം കൂടിയ മനുഷ്യൻ നിങ്ങളോട് പിന്നെ യാചിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചോളി. നിങ്ങൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യത്തിനെ കണ്ടാൽ മതി. നിങ്ങളത് മാറിയേ പറ്റൂ. ഇനി ആ മാറൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന വാദ്യാര് പണി നിർത്തിയിട്ട് ഡിസ്കഷൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നോളജ് നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. 100% ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മളെ കമ്മ്യൂണിറ്റിയുള്ള ഒരൊറ്റൊന്നും ഉളകളല്ല, എല്ലാം ഇന്റലിജന്റ് ആണ്. അതിനുള്ള റൈറ്റ് പ്രൊപ്പോർഷനിലുള്ള എൻവിറോൺമെന്റ് അവന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ അതിനുള്ളൊരു ഉത്സാഹങ്ങൾ എടുക്കും. ഇനി അഭിഷേക ബാക്കി നിങ്ങൾ പറഞ്ഞ പോലെ അഭിനവേതൊന്ന് ഞാൻ പറഞ്ഞ പോയിന്റിനോട് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അഭിനവും കൂടി ആഡ് ചെയ്തോളൂ. അഭിഷേക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ അധികം മൂവ് ചെയ്യുന്നില്ല. കാരണം ഇത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ആടുകൾ മാത്രമാണ്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് രീതിയിൽ ഇതിനെ എങ്ങനെ അപ്രോച്ച് എടുക്കാം, ഓരോ ഇൻഡസ്ട്രിക്ക് എങ്ങനെ അപ്രോച്ച് എടുക്കാം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് ക്ലാസ്സുകളാണ്. കാരണം ഇത് പ്ലാറ്റ്ഫോം പറഞ്ഞ് ഞാൻ നിങ്ങൾ ഓരോ ലെവൽ ഓഫ് ക്യാമ്പയിൻസ് ചെയ്ത് കാണിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് പെർഫോമൻസ് മാർക്കറ്റിംഗിന് പെടുന്ന ഒരു കാര്യമേ അല്ല. കാരണം ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ബട്ട് ഇതിനെ എങ്ങനെ വെച്ചിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാം, എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കാം, ഏതൊക്കെ മെട്രിക്സുകൾ നോക്കണം, ആ ഒരു രീതിയിൽ അപ്രോച്ച് വന്നാൽ മാത്രമേ നിങ്ങൾ എല്ലാവരും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മലയാളികൾ ഔട്ടായി പോകും. കാരണം എനിക്ക് മെസ്സേജ് അയക്കുന്ന കുറെ പാകിസ്ഥാനികളുണ്ട്, ലിങ്ക്ഡിനുണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്. അവരെല്ലാം ചിന്തിക്കുന്ന ഒരു അപ്രോച്ച് നമ്മൾക്ക് ഇവിടെ ഒരു 1 year or 2 year അയാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ അവർക്ക് 6-7 മാസമായിട്ടുണ്ടാവുള്ളൂ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ബട്ട് അവർ ചിന്തിക്കുന്ന ലെവൽ ഓഫ് മാർക്കറ്റിംഗ് ഐഡിയാസും അല്ലെങ്കിൽ അവരെടുക്കുന്ന അപ്രോച്ച്, അവർ കൊഹോറിനെ കാണുന്ന ലെവല്, അതൊക്കെ ഭയങ്കര ഡിഫറൻസിയേഷൻ ഉണ്ട്. അപ്പോ ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസ്സുകൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഹാൻഡ് റൈസ് ചെയ്തോളൂ.
ആൻസർ ചെയ്തോളാം. അല്ലെങ്കിൽ അഭിനവ് നിങ്ങൾക്ക് എൻ്റെ നോട്ട് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ മീഡിയ ബൈങ് എന്താന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് മാഷെ. അതായത് നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ മുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് ആ കസ്റ്റമറിന്റെ മെയിൻ എൻഡ് ഗോൾ എന്താ വെച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ആ കസ്റ്റമറിന്റെ ബ്രാൻഡ് ഇൻക്രീസ് ചെയ്യണം. രണ്ടാമത്തെ, കസ്റ്റമർക്ക് ഒരു സെയിൽസ് ചാനൽ ഓപ്പൺ ചെയ്ത് കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഒരു കസ്റ്റമർ നമ്മുടെ മുന്നിൽ വരുന്നത്. സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, രണ്ടാണെങ്കിലും ഇതാണ് വിഷയം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മീഡിയ ബൈങ്, മീഡിയ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ മീഡിയാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ കണ്ടന്റ് ഉപയോഗിക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നതിന്റെ ബേസിക് ആയിട്ട് പറയുന്ന എക്സ്പ്ലനേഷൻ ആണ് മീഡിയ പ്ലാനിങ് ആൻഡ് മീഡിയ ബൈങ്. പക്ഷേ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ബാക്കിലേക്ക് നമ്മൾ ചിന്തിക്കാണ്ട്. ബാക്കിലേക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് കസ്റ്റമറോടാണ് ഇയാൾ സംസാരിക്കുന്നത്, ഇയാളുടെ പ്രൊഡക്റ്റ് എന്താണ്, ഇയാളുടെ പ്രൊഡക്റ്റ് ഫിറ്റ് എന്താണ്, ഇയാൾ മാർക്കറ്റിൽ ഇയാൾക്ക് എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഇയാളുടെ ഡിജിറ്റൽ അസറ്റുകൾ എങ്ങനെയുണ്ട്, ഇയാളെ കോഹോർട്ടുകൾ ഏതൊക്കെയാണ്, ഈ പറയുന്ന ഓഡിയൻസ് ഇയാളെ വ്യത്യസ്തമായ കോലങ്ങൾ ഏതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പിന്നെ ACCA CMA പോലത്തെ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് എടുക്കുക. നമുക്ക് അവിടെ ഒരു ഓഡിയൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 17 വയസ്സ് മുതൽ ഒരു 21 23 വയസ്സാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് 6 7 8 ടൈപ്പ് ഓഡിയൻസിനെ നമുക്ക് അതിന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഓഡിയൻസിനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഓഡിയൻസ് വെച്ചിട്ട് കൃത്യമായിട്ട് ഇവർക്ക് എന്ത് ടൈപ്പ് കണ്ടന്റ് ഓരോ സ്റ്റേജിലും ഏതൊക്കെ പ്ലാറ്റ്ഫോമിന്റെ എന്ത് അസറ്റ് വെച്ചിട്ട് ഏത് ഇൻവെന്ററി വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യുക എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ മീഡിയ പ്ലാനിങ്, മീഡിയ ബൈങ് എന്ന് പറയുക. അതൊരു വലിയ ലെങ്തി പ്രോസസ്സാണ്. ഏതൊരു കമ്പനിയിൽ വരികയാണെങ്കിലും ഒരു പെയ്ഡ് ആഡ്സിന്റെ ആൾ അറിയേണ്ട ആദ്യത്തെ കളി അതാണ്. അപ്പോൾ അതിന്റെ ഒരു ബേസിക്സ് എന്തായാലും നമ്മളെ ക്ലാസ്സുകളിൽ ഉണ്ടാവും. നമ്മളെ ഈ പറയുന്ന 3 പാർട്ട് സീരീസിൽ എന്തായാലും അതുണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. വളരെ ഡെപ്ത് ആയിട്ട് തന്നെ ഞാനും അഭിഷേകും അത് വളരെ ഡെപ്ത് ആയിട്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് പെർപ്ലക്സിറ്റി, ക്ലൗഡ്, നമ്മുടെ ക്വെന്നൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഡിറൈവ് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അഭിനവ് എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ നോട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളി. ഓക്കെ, ഓക്കെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ വോയിസ് ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ എനിക്ക് ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ് ചാറ്റ് എടുക്കട്ടെ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറ അഭിനവ്, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ആഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഫ്രെയിം വർക്ക് ചെക്ക് ചെയ്യണം? ബയർ പെർസോണ, ടാർഗറ്റ് ഓഡിയൻസ്, എന്തൊക്കെ ചെക്ക്? ബയർ പെർസോണ നോക്കണം. മീഡിയ, ഒരു മിനിറ്റ്, മീഡിയ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വേറെ ഏതൊക്കെ ടൈപ്പ് മെസ്സേജിങ് പോകണം എന്നുള്ളത് നോക്കണം. ഇയാൾ ഓൾറെഡി ഏതൊക്കെ തരം അസറ്റുകൾ ഇന്റർനെറ്റിൽ ഉണ്ട് നോക്കണം. എന്ത് ടൈപ്പ് ഒബ്ജക്റ്റീവാണ് ഇയാൾക്ക് ഈ പറയുന്ന, ഇയാൾ നമ്മളടുത്ത് വന്നിരിക്കുന്ന എന്ത് ടൈപ്പ് ഒബ്ജക്റ്റീവിനാന്ന് ആദ്യം ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ല, ചില ആൾക്കാർ നമ്മളടുത്ത് വരിക എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ നമ്മളടുത്ത് വരെ സെയിൽസിന്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനല്ല. നമ്മളടുത്ത് വേറെ ബ്രാൻഡിങ്ങും ബ്രാൻഡ് ലിഫ്റ്റ്, അങ്ങനെ പല പോയിന്റുകളുണ്ട്. ബ്രാൻഡ് എന്ന് പറഞ്ഞ് ബേസിക് ആയിട്ട് ചിന്തിച്ചാൽ മതി. അത് നിലനിർത്തുക എന്നുള്ളതോ അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാവും. ചില ആൾക്കാർ നമ്മളടുത്ത് വരിക എന്ന് പറഞ്ഞത് എന്താ പറയുക, സെയിൽസ് ഡ്രിവൺ അപ്രോച്ചിനാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഫ്രീക്വൻസി അവനക്ക് ആഡ് കാണിച്ചു കൊടുക്കണം, ഇത്ര ഫ്രീക്വൻസി ആഡ്, ഇതൊക്കെ നമുക്ക് മുന്നേ ചിന്തിച്ചു വെക്കാം. അതാണ് ശരിക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹോൾ ടുഗദർ ബോൾ ഗെയിം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മെറ്റയിലോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിലോ അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലോ ടിക്ടോക്കിലോ കുറച്ച് ടൂൾസ് ഉപയോഗിക്കാൻ പറ്റിയ, പ്രോസസ്സ് ഉപയോഗിക്കാൻ പറ്റിയ ആളൊരു പെർഫോമൻസ് മാർക്കറ്റർ ഒന്നല്ല. ആള് ശരിക്കും പറഞ്ഞാൽ ആ അപ്രോച്ചിലേക്ക് ചിന്തിക്കുന്നേ ഇല്ല. ആ അപ്രോച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹോൾ സിസ്റ്റം നമുക്ക് മനസ്സിലാണ്. അത് തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടി പോയിന്റുകൾ ആഡ് ചെയ്യാണ്ട്. ആ പോയിന്റ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് അതിൽപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷെ അതിന്റെ കൂടെ വേറെയും പോയിന്റുകളുണ്ട്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. ഇതെന്തായാലും ഞങ്ങൾ അഭിഷേകും ഞാനും കൂടി അത് എന്തായാലും ക്ലാസ്സിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ചർച്ചകൾ ഉണ്ടാവും. നമ്മളൊരു ചർച്ച 3 ചർച്ചകൾ നമുക്ക് ഇതിനായിട്ട് മാറ്റി വെക്കാം. ഈ മാസത്തിൽ ഒരു ചർച്ച അതിൻ്റെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ വേറെ റിയാസ് സുബൈർ എന്ന് പറയുന്ന ആള്
പിന്നെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. ഹലോ സർ, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സാർ, എനിക്ക് ചോദിക്കാനുള്ള ജസ്റ്റ് നമ്മുടെ ഇവിടെ ഒന്നാമത്തെ കാര്യം ഈ ഇന്ത്യയിലെ ടിക്ടോക്ക് ബാൻഡാണ്. അത് അപ്പം നമുക്ക് അത് അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ ടിക്ടോക്കും അതുപോലെ തന്നെ മെറ്റയും തമ്മിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് എത്രത്തോളം എഫിഷ്യന്റ് ആണ്? ഇപ്പം മെറ്റയിലെ കുറെ ഇതുപോലെയുള്ള പ്രോബ്ലംസ് വരാറുണ്ടല്ലോ. ഇപ്പം ക്യാഷ് പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ. അത് ഈ ടിക്ടോക്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടോ? അത് പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടാണോ ആ ഒരു ടെക്നിക്കൽ ഏരിയാസ് ഒക്കെ പോകുന്നത്? അതിനെ കുറിച്ചിട്ട് അടിപൊളി എന്നുള്ളതല്ല, അവിടെ അടിപൊളി എന്നുള്ളതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ യൂസ് കേസിന് ടിക്ടോക്ക് സ്യൂട്ട് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. അത് നമ്മൾ ആദ്യം പഠിക്കണം. അത് എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ വേറെ വേസ്റ്റേജ് ഇല്ലാതെ അസറ്റ് യൂട്ടിലൈസേഷൻ നടത്തി അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഫ്രെയിം വർക്ക് അല്ല, അതിന് റൂൾ ഉണ്ട്. ആ റൂൾ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ റൂള് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം എങ്ങനെയാണത് കളിക്കേണ്ടതെന്നുള്ളത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റേജ്. പിന്നെ ഒരു കാര്യമുണ്ട്, വേസ്റ്റേജ് എന്ന് പറയുന്ന 2 ടൈപ്പ് വേസ്റ്റേജ് ഉണ്ട്. ഒന്ന് കാൽക്കുലേറ്റഡ് വേസ്റ്റ്, 2 അൺകാൽക്കുലേറ്റഡ് വേസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ അൺകാൽക്കുലേറ്റഡ് വേസ്റ്റ് എങ്ങനെ കുറക്കാന്നുള്ളത് മാത്രം. കാൽക്കുലേറ്റഡ് വേസ്റ്റ് കുറച്ച് പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 9 പ്രാവശ്യമെങ്കിലും നമ്മളൊരു ആഡ് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഒരു ഇമ്പൾസീവ് ബയറിനെ സംബന്ധിച്ചോളം അയാൾക്ക് വേറെ കണ്ട് പ്രൊഡക്റ്റ് മേടിക്കാനുള്ള എന്തെങ്കിലും ഒരു തോട്ട് വരുള്ളൂ, ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ. അപ്പോൾ അതൊരു കാൽക്കുലേറ്റഡ് വേസ്റ്റ് ആണത്. അപ്പോൾ ആ കാൽക്കുലേറ്റഡ് വേസ്റ്റിന് പകരം അൺകാൽക്കുലേറ്റഡ് വേസ്റ്റ് വരുന്നത് നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞു. ഓക്കെ സർ, ഞാൻ ഉദ്ദേശിച്ചത് ഇത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ്, ഇതിന്റെ ഒരു ഇന്റലിജന്റ് പവർ. ഇപ്പം AI ഇപ്പം മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ AI ഫീച്ചേഴ്സ് കുറെ ഉണ്ടല്ലോ. അതുപോലെ പിന്നെ ഇതുപോലെയുള്ള ടിക്ടോക്സിൽ ആ ഒരു അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ, ഇപ്പം അവൈലബിൾ ആണോ? അറിയോ, ടിക്ടോക്കിന്റെ AI ഈസ് മോർ ഇന്റലിജന്റ് ദാൻ മെറ്റ ഇൻ മെനി ഫാസറ്റ്സ്. ഓക്കെ സർ. ടിക്ടോക്കിന്റെ AI എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആൽഗോരിതം നമുക്ക് കാണിക്കുന്ന കസ്റ്റമൈസേഷൻ ഇസ് മോർ ഇന്റലിജന്റ്, ഫാർ മോർ ഇന്റലിജന്റ് ദാൻ മെറ്റ അറ്റ് ദ പ്രസന്റ് ടൈം. അത് അങ്ങനെയാണ്. അത് ലോകത്തുള്ള എല്ലാ മീഡിയ മെഷർമെന്റ് സയൻസ് പഠിക്കുന്ന ആൾക്കാരും എല്ലാ ഇന്റലിജന്റ് മീഡിയ പ്ലാനേഴ്സും പറയുന്ന കാര്യമാണ്. ദേ ആർ ഫാർ മോർ ഇന്റലിജന്റ്. അതാണ് ചൈനക്കാർ, ഈ അമേരിക്കയിലുള്ള ഓഡിയൻസ് ആണ് അത് കൂടുതലും എൻഗേജ് ചെയ്യുന്നത്. ദേ ഹാവ് ഫാർ മോർ ഓഡിയൻസ് ദാൻ പിന്നെ എന്താ പറയണ്ടി ഇൻസ്റ്റാഗ്രാമിനെക്കാളും കൂടുതൽ എൻഗേജ്മെന്റ് അമേരിക്കയിലുള്ളത് ടിക്ടോക്കിനാണ്. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? താങ്ക് യു. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹലോ ചോദിച്ചോളൂ. ഹായ് സർ. സർ, ആക്ച്വലി നമ്മളിപ്പോൾ മീഡിയ പ്ലാനിങ്ങിൽ ഇപ്പം പലതരം മെട്രിക്സ് വെച്ച് നമ്മളിപ്പം ഫോർകാസ്റ്റ് ചെയ്യുന്നല്ലോ. അതായത് ലൈക്ക് എത്രത്തോളം ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അറ്റ് വാട്ട് ആവറേജ് CPL നമുക്ക് ഈ ലീഡൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്ര ബഡ്ജറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഇതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ നമുക്ക് ഇപ്പൊ ഇൻഡസ്ട്രി വൈസ് നമുക്ക് എങ്ങനെയായിരിക്കും ഇപ്പം ഞാനിപ്പോ ഒരു പുതിയ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് കുത്തുകയാണ്, ലൈക്ക് സോ അവർക്ക് വേണ്ടി ഞാൻ മീഡിയ പ്ലാനിങ് സെറ്റ് ചെയ്യാണ്. സോ എങ്ങനെയായിരിക്കണം, ഏതായിരിക്കും എന്റെ ബെഞ്ച് മാർക്ക് എങ്ങനെയായിരിക്കും ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്? I appreciate that you asked that question. It's a very great question you asked me. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്യുവർ. അതിന് ഒറ്റ സിമ്പിൾ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആവറേജ് CPM, CPV, ഈ പറയുന്ന CTR ഇതുപോലത്തെ ബെഞ്ച് മാർക്ക് റിപ്പോർട്ട്സ് നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം ഒരു 6 ഇൻഡസ്ട്രിയുടെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഇനി ചർച്ച കഴിഞ്ഞതിന് ശേഷം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫോർമേഷൻ ആണ്, ഇന്ത്യയിൽ 19,000 പിൻകോഡുകൾ ഉണ്ട്. ഓക്കെ, ആ 19 പിൻകോഡിൽ ഏതൊക്കെ പിൻകോഡിൽ വിട്ട് കഴിഞ്ഞാൽ RTO നിങ്ങൾക്ക് ഏറ്റവും വരുന്നുള്ള ഡേറ്റ് എൻ്റെ കയ്യിലുണ്ട്.
അപ്പൊ അങ്ങനത്തെ ഡേറ്റ നമ്മൾ ക്യൂറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ലേൺഡ് അക്കൗണ്ട് ആണോ, പിക്സൽ വല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ടോ, പിക്സൽ തീരെ പഠിപ്പിക്കാത്ത അക്കൗണ്ട് ആണോ, ഫസ്റ്റ് പാർട്ടി ഡേറ്റ നിങ്ങൾ എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ വെച്ചിട്ട് ഇത് ഏജൻസി അക്കൗണ്ട് ആണോ, ഇങ്ങനൊക്കെ വെച്ചിട്ട് നമുക്കിത് മാറാം. ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ ചോദിച്ച ബെഞ്ച് മാർക്കിൽ തന്നെ മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങളും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് നമ്മൾ ആദ്യം അറിഞ്ഞു വെക്കണം. ഓക്കെ, അങ്ങനെ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിൽ കാണുന്ന സാധനം നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് പുതിയ ഒരു നീഷ് ആണെങ്കിൽ ഇത്ര, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു ഗീ നമുക്ക് മാർക്കറ്റിൽ ഇറക്കണം. അപ്പൊ നമുക്ക് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇത്രയാണ് CPM കോസ്റ്റ്, അതിൽ സ്പെസിഫിക് ആയിട്ട് ഗീയുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഇത്രയാണ് കോസ്റ്റ്, ഇത്ര നമുക്ക് റിട്ടേൺ ഇത്ര പെർസെൻറ്റേജ് എൻഗേജ്മെന്റ് നമുക്ക് കിട്ടും, അവിടുത്തെ ROI ഇത്ര ആയിരിക്കും, റോയാസ് ഇത്രയാണ് ആവറേജ് വരിക, ഇതൊക്കെ നമുക്ക് ലിസ്റ്റ് പുറത്ത് കിട്ടാണ്ട്. അത് അങ്ങനത്തെ അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇ കൊമേഴ്സിന്റെ ചോദ്യങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വളരെ കുറച്ചേ വരുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം അത് ഒരുപാട് കമ്മ്യൂണിറ്റികളിൽ എല്ലാവരും ഒരു ഫൗണ്ടർ ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ ചോദിച്ചത്. ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോവാണ്, മീഡിയ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര കോസ്റ്റ് വരും, ഞാൻ എത്ര ബഡ്ജറ്റാണ് വെക്കേണ്ടത്, എനിക്ക് എന്തായിരിക്കും എൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതിന് ക്രിയേറ്റീവ് സ്ട്രാറ്റജി ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്, ഇത് അവർ ചോദിക്കണതാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. അതിനെന്തായാലും കൃത്യമായ ആൻസർ നമ്മളെ ഈ ക്ലാസ്സിൽ ഉണ്ടാവും. ഓക്കെ സർ, താങ്ക് യു. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ മോനെ അഭിനവേ, ഒരു കാര്യം ചെയ്യുന്ന നിങ്ങളൊരു എൻഡ് നോട്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു അഭിഷേക് സത്യൻ, താങ്ക് യു ലത്തീഫ് സർ.